ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾ എല്ലാവരും കാണുകയും കേൾക്കുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ ചാനലിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. നിങ്ങളെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ അനുഭവങ്ങളെ പങ്കുവെക്കേണ്ടതിന് കടന്നു വന്നിരിക്കുന്നത് സിസ്റ്റർ കൊച്ചുറാണി മനോഹറാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹൃദയംഗമായി സ്വാഗതം ചെയ്യും. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുന്നു. എവിടുന്നാണ് സിസ്റ്റർ ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്? കോതമംഗലത്തിൽ. സിസ്റ്റർ കുടുംബമായിട്ട് ആരൊക്കെയുണ്ട് എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി ഒന്ന് പറഞ്ഞിട്ട്. കോതമംഗലത്തിൽ കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നു. എനിക്ക് ഭർത്താവ് 2 ആൺകുട്ടികളുണ്ട്. ഒരു ബിടെക് കഴിഞ്ഞു, പഠിത്തം കഴിഞ്ഞ് ജോലിയിലായിരിക്കുന്നു. സന്തോഷകരമായിട്ട് AG അസംബ്ലി സ്ക്വാഡില് ഞങ്ങള് വർക്ക് ചെയ്യുന്നു. ഓക്കെ, കർത്താവിന്റെ ദാസിയെ ദൈവം ആ ദേശങ്ങളിൽ ഉപയോഗിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിന്റെ ദാസിക്ക് അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവങ്ങളുണ്ട്. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിനും അനുഗ്രഹത്തിനും വേണ്ടി പങ്കുവച്ചാൽ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രിയ ജോയ്സ് സിസ്റ്റർക്കും ജോയ്സ് ടിവിക്കും ഒരേ പേരാണ്. എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം ജീവോത്സവമായി നടത്തി എന്നെ വിടുവിച്ച വിധങ്ങൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയുടെ അത്രയേറെ എണ്ണി സ്തുതിക്കുവാൻ സർവശക്തനായ ദൈവം എന്റെ ജീവിതത്തിൽ വലിയവ ചെയ്തിട്ടുണ്ട്. ദാവീദ് പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. എന്റെ പിതാവിന്റെ ഇടയൻ എന്നല്ല, മാതാവിന്റെ ഇടയൻ എന്നല്ല, സഹോദരന്റെ ഇടയൻ എന്നല്ല, എന്റെ ഇടയനാകുന്നു എന്ന് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവിന്റെ പാതപീഠത്തിൽ കടന്നു വന്നിട്ടും കർത്താവിന്റെ പേരുള്ള ബന്ധത്തിലും ഒത്തിരി അനുഭവങ്ങള് ഒരു ദിവസം പോലും പറഞ്ഞാൽ തീരാത്ത ഒത്തിരി അനുഭവങ്ങളുണ്ട്. ചുരുക്കമായിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് കൊച്ചുറാണി മനോഹർ എന്നാണ്. ഞാനൊരു കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ജനിച്ച് വളർത്തപ്പെട്ട് ഏകദേശം 15 വയസ്സ് വരെയും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ജീവിച്ച് നല്ല മതഭക്തിയോടെ, നല്ല ഭക്തിയോടെ ഞങ്ങളെ വളർത്തി. എല്ലാ ദിവസവും ഞങ്ങളുടെ മാതാപിതാക്കൾ നല്ല സൺഡേ സ്കൂളിനയക്കും, എല്ലാ ഞായറാഴ്ചയും സൺഡേ സ്കൂളിനയക്കും. അങ്ങനെ നല്ല മതഭക്തിയോടെ, നല്ല ഭക്തിയോടെ അവിടെ ആയിരിക്കുമ്പോൾ അവരുടേതായ ആ ഭക്തിയോടെ വളർത്തി ഞങ്ങളെ ഏറെ അനുഗ്രഹത്തോടെ നടത്തി. പിതാവ് മാതാവ് 7 മക്കൾ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ കുടുംബം. 5 പെണ്ണും 2 ആണുമാണ് ഉള്ളത്. എന്നാൽ ഏകദേശം സന്തോഷകരമായ ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം എൻ്റെ പിതാവ് ഇങ്ങനെ തുടർമാനമായിട്ട് വലിയ മദ്യപാനത്തിനിടയായി തീർന്നു. കാരണം അന്നത്തെ കാലത്ത് ഏകദേശം 74 മുമ്പാണ്, 74 ഞാൻ ജനിച്ചത്. അതിന് മുൻപും വലിയ കഷ്ടവും പ്രയാസവും, ഒത്തിരി ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്, എല്ലാ നല്ല ചുറ്റുപാടുകളുണ്ട്. എങ്കിലും അന്നത്തെ ആ കാലഘട്ടത്തിൽ സ്ഥലം ഒന്നിനും ഉപകരിക്കാത്ത, ഇന്നത്തെ പോലെ ഒരു സാമ്പത്തിക സെറ്റപ്പോ ചുറ്റുപാടുകളോ ഒന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, നല്ല ജീവിക്കാൻ നോക്കിയാൽ നല്ല ചുറ്റുപാടുകളുണ്ട്. എങ്കിലും എൻ്റെ പിതാവ് അതിനകത്തൊക്കെ ജോലി ചെയ്ത് പുറത്ത് ജോലിക്ക് കടന്നുപോയി മക്കളെ നല്ല നിലയിൽ നോക്കുകയും വളർത്തുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ പിതാവ് വലിയ മദ്യപാനത്തിനിടയായി തീർന്നു. മദ്യപാനിയുടെ ഭവനം എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ വളരെ കലഹങ്ങളും ഭിന്നതകളും പ്രശ്നങ്ങളും കൊണ്ട് നിറഞ്ഞ് എല്ലാ ദിവസവും കുടിച്ചിട്ട് കടന്നു വരും. ഞങ്ങൾ മക്കൾ എന്ന് വെച്ചാൽ 2 വയസ്സിന് എളുപ്പമേ ഉള്ളൂ. മൂത്ത ചേച്ചിയെ ചെറുപ്രായമാണ്, ഞങ്ങളൊക്കെ ചെറുപ്രായമാണ്. എനിക്കന്ന് ഏകദേശം എനിക്ക് അറിവ് തുടങ്ങി, 5ാം ക്ലാസ് തുടങ്ങി എനിക്ക് അറിവുള്ളൂ ഈ മദ്യപാനത്തെ കുറിച്ച്. അതിനു മുമ്പും വളരെ ഭീകരമായ അനുഭവത്തിലാണ് ഭവനം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മദ്യപാനത്തിന് അടിമയായി ആരാലും അന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ ഉപദേശിക്കാനോ അല്ലെങ്കിൽ മദ്യപാനം തെറ്റാന്ന് പറയാനോ അല്ലെങ്കിൽ ഒന്നും ഒരു വ്യക്തികളില്ല. കാരണം പള്ളിയിൽ എല്ലാ സൺഡേയിലും പള്ളിയിൽ പോകും, കുർബാന കാണും, തിരിച്ചു വരും. പിന്നെയും ഈ ഷാപ്പിൽ നിന്ന് കടന്നു പോയിട്ടാണ് പലപ്പോഴും പള്ളിയിൽ കടന്നു പോകുന്നത്. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. അതിനകത്തൊന്ന് ഉപദേശിക്കാനൊന്നും ഒരു വ്യക്തികളില്ലായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏകദേശം പിന്നെ തുടരെ മദ്യപാനമായി, ഷാപ്പിൽ നിന്ന് ഇറങ്ങാത്ത അനുഭവമായി. പിന്നീട് എൻ്റെ മാതാവിനെ ഉപദ്രവിച്ചു തുടങ്ങി. വളരെ ഉപദ്രവത്തോടും എന്താ ചെയ്യുന്നതെന്ന് പോലും അവരവർക്ക് എൻ്റെ പിതാവിന് പോലും തിരിച്ചറിവില്ലാതെ എൻ്റെ മാതാവ്
നല്ല നിലയിൽ വളർത്തി എൻ്റെ മാതാവിൻ്റെ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചയച്ചതാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ സ്വപ്നത്തോടെ കടന്നു വന്നതാണ് എൻ്റെ മാതാവ്. എങ്കിലും ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം തകർന്ന് തരിപ്പണമായി, 7 മക്കളായി, മദ്യപാനം തുടങ്ങി, കഷ്ടപ്പാടായി, ദാരിദ്ര്യമായി, ദുഃഖമായി, പ്രയാസമായി അങ്ങനെ കടന്നു പോകുമ്പോൾ എൻ്റെ മാതാവ് ഏറെ പ്രയാസപ്പെട്ടു, ഉപദ്രവങ്ങളാൽ വളരെ ഭാരപ്പെട്ടു. അപ്പോൾ തന്നെ എല്ലാ മാസത്തിലും ഉപദ്രവിച്ചു കൊണ്ടിടും. എൻ്റെ മാതാവിന് എൻ്റെ അമ്മയുടെ മാതാവ് കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ, അന്ന് ഹോസ്പിറ്റലില്ലല്ലോ, ഈ പറിച്ച് പച്ചമരുന്നൊക്കെ കൊടുത്ത് എല്ലാ മാസത്തിലും ദേഹരക്ഷ ചെയ്ത് പിന്നെയും വിടും. കാരണം എന്തെന്ന് വെച്ചാൽ 7 മക്കളാണ്. സ്തോത്രം. അന്നത്തെ കാലത്ത് 7 മക്കളെന്ന് വെച്ചാൽ വളരെ പരിതാപകരം. ഇന്നാണെങ്കിൽ 1 2 മക്കളൊക്കെ ഉള്ളൂ. ഉടുതുണിക്കും മറുതുണിയില്ലാതെ ഭക്ഷണത്തിന് വളരെ വിഷമിച്ചും എൻ്റെ അമ്മ വീട്ടുകാർ ഒത്തിരി ഞങ്ങളെ സഹായിച്ചും അങ്ങനെ ജീവിതം മുൻപോട്ട് പോയി. എന്നാലും എൻ്റെ പിതാവിനെ ഒന്ന് ഉപദേശിക്കുവാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊന്ന് കയറി വരാൻ പോലും ആരും തയ്യാറായില്ല. എൻ്റെ മാതാവിൻ്റെ വീട്ടുകാർ വളരെ ശക്തമായിട്ട് എതിർത്തെങ്കിലും അവരോടൊക്കെ എതിർത്ത് നിൽക്കുന്ന സ്വഭാവമായിരുന്നു എൻ്റെ പിതാവിൻ്റേത്. എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരെന്ന് വെച്ചാൽ 4 ആണുങ്ങളാണ് മാതാപിതാക്കൾ. ഒരു പെണ്ണുങ്ങളില്ലാത്തൊരു വീടാണ്, സ്ത്രീകളില്ലാത്ത വീടാണ്. എങ്കിലും അവരുടേതായ ആ ആർഭാട ജീവിതത്തിൽ വളർന്നു വന്നതിനനുസരിച്ച് അവർ വളരെ ആർഭാടമായ ജീവിതവും ദുർഭിക്ഷമായിട്ട് കഴിയുന്ന അനുഭവമൊക്കെയുമായിരുന്നു. എൻ്റെ മാതാവിന് ഉപദ്രവം തുടങ്ങി. അങ്ങനെ ഒത്തിരി ഉപദ്രവങ്ങളേറ്റു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് ഒരു സുപ്രഭാതത്തിൽ എൻ്റെ പിതാവിനെ തന്നെ ദൈവം തൊടുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എൻ്റെ പിതാവിന് ദൈവം തൊട്ടു. വയറുവേദന, വയറുവീർക്കും എല്ലാ വർഷവും എല്ലാ മാസവും 1 മാസം 1 ഡേറ്റിൽ. അങ്ങനെ ആർക്കും അറിയത്തില്ല ഇത് എന്താണെന്നോ എങ്ങനെയാണെന്നോ. അപ്പോൾ തന്നെ മൂത്ത ചേച്ചിക്ക് അപസ്മാര രോഗം, 3ാമത്തെ ചേച്ചിക്ക് TB. ഞങ്ങൾ 7 മക്കളും 7 ആഴ്ചയിൽ ഹോസ്പിറ്റലിലാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ വലിയ ഹോസ്പിറ്റലൊന്നുമില്ല. ഒരു ഗവൺമെന്റ് ആശുപത്രി മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. ആ ഡോക്ടർ ചെയ്തിട്ട് എല്ലാ ആഴ്ചയിലും ഓരോ മക്കൾ ഓരോ ആഴ്ചയിലാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ എൻ്റെ പിതാവ് ജോലി നഷ്ടപ്പെട്ടു, ഭവനത്തിൽ ഇരിപ്പായി. എൻ്റെ മാതാവിന് ഒരു ജോലിയും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ വളരെ നിരാശ. ഞങ്ങളുടെ മുൻപിൽ മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല. ഇങ്ങനെ ഞങ്ങളുടെ ജീവിതം സ്തംഭിച്ച മട്ടായി. ഒരു പക്ഷേ പറഞ്ഞാൽ ആത്മഹത്യ മാത്രം. കാരണം എൻ്റെ മാതാവിന് ഒരു ജോലി അറിയത്തില്ല, മുൻപോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവ് വളരെ നിരാശനായി. ഇതിൻ്റെ രോഗത്താൽ പിടിപെട്ടപ്പോൾ എൻ്റെ പിതാവിൻ്റെ മൈൻഡ് തന്നെ ദൈവം തുറന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ശബരിമല പൂജാരി ഇങ്ങനെ പറഞ്ഞു, ഞങ്ങള് അപ്പോൾ തന്നെ എൻ്റെ പിതാവ് പോകാവുന്ന ഞങ്ങളുടെ കത്തോലിക്ക സഭ നേർച്ച കാഴ്ച വഴിപാടുകള്, സകല കർമ്മങ്ങളും സകല വഴിപാടുകളും ഞങ്ങൾ പ്രയോഗിച്ചു നോക്കി, ഒരു രക്ഷയുമില്ല. അപ്പോൾ തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ മതങ്ങളുടെയും എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ഞങ്ങൾ ചെയ്തു നോക്കി. കേവലം മുസ്ലിങ്ങളെ വരെ ഞങ്ങൾ തേടി ചെന്നു. കാരണം ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല മുൻപോട്ട് പോകാനായിട്ട്. ഇത്രയേറെ രോഗം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് തെളിവുണ്ട്. ചന്ദ്രരോഗം എന്നാണ് അത് പറയുന്നത്. മൂത്തേച്ചിക്ക് ഒരിക്കലും വിവാഹം കഴിക്കത്തില്ല, ഒരു ഭാവിയില്ല. ചന്ദ്രൻ നുരച്ചും പതച്ചും വീഴിക്കുന്ന ആ ഒരു അനുഭവം നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പൊ രോഗം, ഒന്നാമത്തെ സമാധാനമില്ല കുടുംബത്തില്, 2ാമത്തെ രോഗവും ഞങ്ങളെ പിടിപെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പൂജാരി പറഞ്ഞു, നിങ്ങൾ ശബരിമലയ്ക്ക് കടന്നു വാ, ഞങ്ങളുടെ ശിവൻ അല്ലെങ്കിൽ കൃഷ്ണൻ വിടുവിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പിതാവിന് വലിയ വിശ്വാസമായി. കാരണം അന്നത്തെ കാലത്ത് കത്തോലിക്ക സഭയിൽ വിലക്കും. ഒരു ഇന്നത്തെ പോലെ ഫ്രീഡം ഒന്നുമില്ല അന്ന്. അമ്പലത്തിൽ പോകാനോ മറ്റു മതങ്ങളെ സേവിക്കാനോ മറ്റു മതങ്ങളുടെ അടുക്കൽ പോകുക എന്ന് വെച്ചാൽ നമ്മളെ വിലക്കും. കാരണം എൻ്റെ പിതാവിൻ്റെ വീട്ടുകാരൊക്കെയും കപ്പ്യാരും അങ്ങനെ പള്ളിയോട് അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളാണ് ഞങ്ങൾ, കുടുംബക്കാരല്ല. പള്ളി വിടാത്ത ആൾക്കാരാണ്. അപ്പൊ ഞങ്ങൾ പൂജാരി പറഞ്ഞതനുസരിച്ച് എൻ്റെ പിതാവ് 3 വർഷം പോകാൻ തീരുമാനിച്ചു. അന്ന് ഞാൻ 6ലോ 7ലോ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഞങ്ങൾ ഉച്ച മുതൽ എല്ലാവരും രാവിലെ മുതൽ ശരണം വിളിയും. ആദ്യത്തെ വർഷം അന്നത്തെ പോലെ 4, 5, 10, 12 ദിവസം അല്ല, 41 ദിവസം നൊയമ്പ് നോറ്റ് ശബരിമലയ്ക്ക് പോയെങ്കിൽ മാത്രമേ ആ മലയിൽ കയറ്റത്തുള്ളൂ. ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഞങ്ങൾ 41 ദിവസം എൻ്റെ പിതാവ് ഏത് വിധേനയിലും വിടുതൽ കിട്ടണം. അങ്ങനെ അതുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ 41 ദിവസം നൊയമ്പറ്റ് 3 വർഷം ശബരിമലയിൽ കടന്നുപോയി. 3 വർഷം വലിയ കുഴപ്പമില്ലായിരുന്നു. 4ാമത്തെ വർഷം എൻ്റെ പിതാവിന് പിന്നെയും ഈ വയറുവേദന തുടങ്ങി. വയറുവേദന, വയറുവീർക്കല്, എന്തൊരു രോഗമാണെന്ന് നമുക്ക് പറയാൻ അറിയത്തില്ല. അന്നത്തെ കാലത്ത് പൈശാചികം എന്താ ദൈവികം എന്താ ഒന്നും അറിയത്തില്ല. അറിയാവുന്ന ഒറ്റ കുർബാനയും ഉണ്ണീശോയെന്ന് മാത്രം അറിയാം. കുട്ടി ദൈവമായിട്ട് നമ്മൾ ആരാധിക്കുകയും ഈ യേശു വിടുവിക്കുന്ന ദൈവമാണെന്നോ രോഗശാന്തി തരുന്ന ദൈവമാണെന്നോ
ഒന്നും അറിയത്തില്ല, ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് മാത്രം അറിയാം. അപ്പോൾ തന്നെ മറിയയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം മറിയ ആരാധനയ്ക്ക് യോഗ്യയല്ല, പക്ഷേ ബഹുമാനത്തിന് യോഗ്യമാണ് പ്രിയമാതാവ്. എങ്കിലും അന്നത്തെ കാലത്ത് മറിയ ഭക്തി വളരെയായിരുന്നു. ഈ ശബരിമലയ്ക്ക് 3 വർഷം പോയി. അതിനുശേഷം ഞങ്ങൾ പള്ളിയിൽ നിന്ന് വിലക്കി, പള്ളി വരാൻ പറ്റത്തില്ല. കാരണം ശബരിമലയ്ക്ക് പോയി ആ നാട് മുഴുവൻ അറിഞ്ഞു, അച്ഛൻ അറിഞ്ഞു, പള്ളി അറിഞ്ഞു. അങ്ങനത്തെ വലിയ വിഷയങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. ഇരുട്ടിലിരിക്കുന്ന ജനം വെളിച്ചം കണ്ടു എന്ന് തിരുവഴുത്തിൽ പറയുന്നത് പോലെ ഞങ്ങളുടെ മുൻപിൽ ഇരുളല്ലാതെ ഒരു വെളിച്ചം എന്താന്ന്, ഒരു സന്തോഷം എന്താന്ന്, സമാധാനം എന്താന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അറിയാത്ത സ്ഥാനത്ത് ഞങ്ങളുടെ പിതാവ് വളരെ നിരാശപ്പെട്ടു. കാരണം മക്കളെ കൊണ്ട് മുൻപോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. രോഗം വന്നപ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് ചിന്തിപ്പാനിടയായി. അതുവരെയും അടിച്ചു പൊളിച്ച് ജീവിച്ചു എൻ്റെ പിതാവ്. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെയും രോഗം തുടങ്ങി. കോതമംഗലം ഹോസ്പിറ്റലിൽ കൊണ്ട് ഞങ്ങൾ ഒത്തിരി സ്ഥലങ്ങൾ, ഞങ്ങൾക്ക് ഒരു സ്ഥലം എന്ന് പറയാൻ പറ്റില്ല, ഒത്തിരി സ്ഥലങ്ങൾ വിറ്റ് പോവുകയാണ്. ഓരോ സ്ഥലത്ത് വാഴക്കുളം, മൂവാറ്റുപുഴ, കടവൂര്, അങ്ങനെ ഓരോ സ്ഥലം വിറ്റ് പോകുമ്പോഴും സ്ഥലങ്ങൾ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ലാസ്റ്റ് ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലമായി വിറ്റ് അങ്ങനെ രോഗത്തിന് ചികിത്സിച്ചും ചേച്ചിമാർ വിവാഹം കഴിയട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു നിങ്ങൾ വളരെ നിരാശയോടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആർക്കും ഒരു ഉപദേശം തരാൻ കഴിയത്തില്ല. എൻ്റെ മാതാവ് വളരെ ഭാരപ്പെട്ടു. എൻ്റെ മാതാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഈ 3 പെൺമക്കൾ ഉണ്ടായതിനു ശേഷം അന്നത്തെ കാലത്ത് പെൺമക്കൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും, ഭവനത്തിൽ നിന്ന് ഒറ്റപ്പെടും, ഭർത്താവ് ഉപേക്ഷിക്കുന്ന ഒരു അനുഭവത്തിലായിത്തീരും. ഇന്നത്തെ കാലത്ത് ഭർത്താവ് ഉപേക്ഷിക്കുക എന്നുള്ള വലിയ പുത്തിരിയൊന്നുമല്ല. അന്നത്തെ കാലത്ത് വളരെ നിന്ദിക്കപ്പെട്ട നിന്ദയുടെ അനുഭവമാണ്. 3 പെൺമക്കളുണ്ടായപ്പോൾ എൻ്റെ പിതാവ് പറഞ്ഞു, ഇനി നീ പെൺമക്കളാണെങ്കിൽ എൻ്റെ മുഖം കാണത്തില്ലെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കടന്നുപോയി. എന്നാൽ എൻ്റെ മാതാവ് വിട്ടില്ല. എൻ്റെ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, മറിയ മാതാവിനോട് പ്രാർത്ഥിച്ചു. അന്നത്തെ ആ ഭക്തിയിൽ, ആ എരിയുന്ന അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ മാതാവ് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കൊരു പൈതലിനെ തരുവാണെങ്കിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്നൊരു നേർച്ച നേർന്നു. അന്നത്തെ കാലത്ത് അച്ഛനാകുക എന്ന് മാത്രമേ ഉള്ളൂ നേർച്ച. പെന്തക്കോസ്ത് എന്താണോ ആ അനുഭവം എന്താ, ഞങ്ങളുടെ പരിസരത്ത് ഞങ്ങൾക്കൊരു സഭയുമില്ല. പെന്തക്കോസ്ത് എന്താന്ന് പോലും ഞങ്ങൾക്കൊരറിവില്ല. അന്നാണ് പിന്നെ 4മതൊരു ആൺകുട്ടി ഉണ്ടായി, 5മതും ഒരു ആൺകുട്ടി ഉണ്ടായി. അങ്ങനെ 2 ആണുങ്ങളാണ്. നേർച്ച പുത്രനായിട്ട് ഈ മലയാറ്റൂര് പള്ളിയൊക്കെ ഇത്ര കര തെണ്ടി കയറ്റിയേക്കാന്നൊക്കെ ഒരു നേർച്ച ഉണ്ടാകുന്നു അന്നത്തെ കാലത്ത്. അതൊക്കെ ചെയ്തു, നേർച്ച കാഴ്ച വഴിപാടുകളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രോഗം വരുന്നത്. അങ്ങനെ എൻ്റെ പിതാവ് ഒരിക്കലും നിരാശയോടെ ഇരിക്കുമ്പോൾ ഒരു ദൈവദാസൻ കടന്നു വന്നു. 3 കിലോമീറ്റർ കാട്ടിലൂടെ. ഞങ്ങളപ്പോഴും നാട്ടിലെല്ലാം സ്ഥലം വിറ്റും വളരെ മോശമായി, ഞങ്ങളുടെ സ്വന്തക്കാരുടെ നടുവിലൊന്നും ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റാത്ത കണ്ടീഷനായി 10 സെന്റ് സ്ഥലം മേടിച്ച് ഇടുക്കിക്ക് ഞങ്ങൾ കടന്നുപോയി. രാജാക്കാടാണ് എൻ്റെ പിതാവിന്റെ സ്ഥലമെങ്കിലും അടിമാലിയിൽ ഞങ്ങൾ 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ താമസം തുടങ്ങി. ആർക്കും കാണരുത്, ആരും ഞങ്ങളെ കാണരുത്, ഒരു ബന്ധുക്കാരും ഞങ്ങളെ കാണരുത്. കാരണം എല്ലാ ബന്ധുക്കാരും ഞങ്ങളെ കൈവിട്ട ഒരു അനുഭവമാണ് എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ. കാരണം അവർക്കും പേടിയായി, 7 മക്കളെയും കൊണ്ട് ചെന്നാൽ ആര് നോക്കും, ആര് പുലർത്തും എന്നൊക്കെ അവർക്കും ഒരു വലിയ ഭാരമായി, മാനസികമായി ഒരു നോക്കുമ്പോൾ അവർക്കും വലിയ ഭാരമാണ് ഞങ്ങൾ അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവിന് ഒരു ദിവസം ഒരു ദൈവദാസൻ ഇങ്ങനെ കടന്നു വന്ന് ഈ യേശുവിനെ പറ്റി പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. വളരെ ഭാരത്തോടെ എൻ്റെ പിതാവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ദേവദാസൻ കടന്ന് സുവിശേഷം പറഞ്ഞു, യേശുവിനെ പറ്റി പറഞ്ഞു. എൻ്റെ പിതാവ് ശക്തമായിട്ട് എതിർത്തു. ആമേൻ. താഴെ കിടക്കുകയാണെങ്കിലും, തകർന്ന ഒരു അനുഭവമാണെങ്കിലും, പ്രതികൂലമാണെങ്കിലും, ആമേൻ, ഭക്ഷണത്തിലില്ലെങ്കിലും, ആമേൻ, സ്തോത്രം, ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ഒന്ന് പോകുക എന്നത് അന്നത്തെ കാലത്ത് വളരെ, ആമേൻ, കാരണം സമൂഹത്തിൽ വെറുക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു. എൻ്റെ പിതാവ് ശക്തമായിട്ട് എതിർത്തു. ഞങ്ങൾ ജനിച്ചപ്പോൾ മുതൽ ഉണ്ണീശോനെ ആരാധിക്കുന്ന മക്കളാണ്, ഞങ്ങൾ ഉണ്ണീശോയുടെ മക്കളാണ്, യേശുവിന്റെ മക്കളാണെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഒരു തരത്തിലും എൻ്റെ പിതാവ് അടുത്തില്ല. പിന്നെയും ഈ ദേവദാസ പറഞ്ഞു, ഞങ്ങൾ അമ്മയും ഞങ്ങൾ 7 മക്കളും അറിയുന്നില്ല ഇങ്ങനെ ഒരു അനുഭവം. ഞങ്ങളെല്ലാം ഞായറാഴ്ച പള്ളിയിൽ പോകും. അങ്ങനെ ഒരു ദിവസം എൻ്റെ പിതാവിനെ തന്നെ ദൈവം തൊടുവാനിടയായി തീർന്നു. ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. എൻ്റെ പിതാവ് അന്നു മുതൽ എന്തായാലും ദൈവത്തിന്റെ വചനം ദൈവദാസൻ പറഞ്ഞപ്പോൾ ആഴത്തിൽ ഇറങ്ങി, പാസ്റ്റർ വിട്ടില്ല, പിന്തുടർന്ന് പിടിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഞായറാഴ്ച എൻ്റെ അമ്മയും ഞങ്ങൾ 7 മക്കളും സൺഡേ സ്കൂളിൽ പോകും, പള്ളിയിൽ പോകും. പിതാവ് വരുന്നില്ല പല ആഴ്ചയായി. കാരണം കുടിയാണെങ്കിലും ഞായറാഴ്ച കുടിക്കത്തില്ല, എല്ലാ സൺഡേയിലും പള്ളിയിൽ പോയിരിക്കും. അന്നത്തെ കാലത്ത് അത് മസ്റ്റാണ്.
അങ്ങനെ ഇരിക്കുമ്പോൾ 2 ആഴ്ച 3 ആഴ്ച 4 ആഴ്ച ഈ പിതാവ് പള്ളി വരുന്നില്ല. അപ്പൊ എന്റെ അമ്മ ചോദിച്ചു, എന്താണ് ഇങ്ങനെ പള്ളി വരാത്തത്? എനിക്ക് 5 പെമ്മക്കളാ, കെട്ടിക്കത്തില്ല. അന്നത്തെ കാലത്ത് കല്യാണം കഴിക്കണം, മരിച്ചാൽ അടക്കണം, ഈ 2 വിഷയങ്ങൾക്ക് വേണ്ടിയാണ് സഭ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്രയിക്കുന്ന വിഷയം. മുൻപന്തിയിൽ മുൻതൂക്കം കൊടുക്കുന്നത് സഭയ്ക്ക് വിവാഹം കഴിച്ചയക്കണം, മരിച്ചാൽ അടക്കണം, ഈ 2 വിഷയത്തിന് വേണ്ടിയാണ്. അപ്പോൾ എന്റെ അമ്മ ശക്തമായിട്ട് എതിർത്തു. എന്റെ പെമ്മക്കൾ 5 പേരാണ്, എനിക്ക് കെട്ടിക്കൂല, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല. അപ്പൊ തുടങ്ങി എന്റെ പിതാവിന്റെ സ്വഭാവത്തിലൊരു വ്യത്യാസം. പ്രിയമുള്ളവരെ, അന്ന് വരെ ഞങ്ങളുടെ പിതാവിന്റെ മുഖത്ത് ഞങ്ങൾ നോക്കത്തില്ല. കാരണം ഞങ്ങൾ കണ്ട റബ്ബർ തോട്ടത്തിലും അല്ലെങ്കിൽ ഭവനത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് തുച്ഛമാണ്. കാരണം കുടിച്ചിട്ട് വരുമ്പോ ഏത് നിലയിലാ ആള് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥ, ആ അവസ്ഥയൊക്കെ പറഞ്ഞാല് നമുക്കത് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പിതാവിന് അന്ന് കള്ള് ഷാപ്പിൽ പോകുന്നില്ല, അനാവശ്യമായിട്ട് കടയിൽ പോയിരിക്കുന്നില്ല. അപ്പോ പുകവലി നിർത്തുന്നു, അങ്ങനെയൊന്നും കാണുന്നില്ല. ഒരു വ്യത്യസ്തത പിതാവിൽ കാണുന്നുണ്ട് മാതാവ്. പക്ഷെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും എന്റെ മാതാവ് വിട്ടില്ല, പിന്നെയും പള്ളി തുടർന്നു വരുന്നില്ല. അപ്പോൾ ഒരു 6 മണിയാകുമ്പോ ഇങ്ങനെ ചെറിയൊരു വീടാണ്, എല്ലാം നഷ്ടപ്പെട്ട് വലിയ വീട്, ഒരു വീടൊന്നുമില്ല, ചെറിയൊരു വീട്ടില് ഒരു കുടില് പോലത്തെ ഒരു വീട് കെട്ടി. അന്നേരം നമുക്ക് ഭയങ്കര ഭാരമാണ്. കാരണം ആ വീട്ടില് ഒരു മുറി കയറി ഇരുന്നിട്ട് എൻ്റെ പിതാവ് ഇങ്ങനെ 6 മണിയാകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇങ്ങനെ ആരോട് സംസാരിക്കുന്ന പോലെ. ഞങ്ങളോർത്തു ഇനി രോഗവും പിടിച്ച് ജോലി ഇല്ലാതായി കുഞ്ഞുങ്ങളെല്ലാം അനാഥരായി മെന്റലി പിടിച്ചോന്ന് പോലും ഞങ്ങൾ ഓർത്തു. പക്ഷേ പിതാവിന് വലിയ വ്യത്യാസം, മുഖത്ത് വലിയൊരു പ്രകാശം പോലെ, പഴയതുപോലെ കുടിക്കുന്നില്ല. എൻ്റെ മാതാവിനോട് സന്തോഷമായിട്ട് ഇടപെടാൻ തുടങ്ങി. ഞാൻ 6 മണിയാകുമ്പോൾ ഞങ്ങളെ മക്കളെല്ലാം വിളിച്ചിരുത്തും, നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയും. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുർബാന പുസ്തകം എടുക്കുന്നില്ല, പാട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ടാലന്റ്, കുടുംബപരമായിട്ടുള്ള ഒരു ടാലന്റ്. എൻ്റെ മാതാവിന്റെ വീട്ടുകാർ മുഴുവൻ പാട്ടുകാരാണ്. എൻ്റെ മൂത്ത ആങ്ങള ഇന്ന് അറിയപ്പെടുന്ന, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ്, സുവിശേഷ വേലയിൽ ശക്തനാണ്, ലോകം അറിയപ്പെടുന്ന ദേവദാസനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പാട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് പാടും ഞങ്ങൾ എല്ലാ മക്കളെയും. അപ്പോഴത്തേക്കും 2-3 ചേച്ചിമാരെ വിവാഹം കഴിച്ചയച്ചു. അപ്പൊ ഈ വിശ്വാസത്തിൽ വന്നിട്ട് എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു. അപ്പൊ രോഗമൊക്കെ മാറി. അപ്പൊ പ്രാർത്ഥിച്ചു. 1-ാമത്തെ കാര്യം ഞങ്ങൾക്ക് സമാധാനം തന്നു. 2-ാമത്തെ കാര്യം എൻ്റെ മൂത്ത ചേച്ചിയുടെ അപസ്മാര രോഗം മാറി, മൂത്ത ചേച്ചിയുടെ രോഗം മാറി. ഞങ്ങളെല്ലാം രോഗത്തിന്റെ ഈ അവസ്ഥയങ്ങ് മാറി. എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു, ഈ ഒറ്റ വർഷത്തിനിപ്പുറമായിട്ട് എൻ്റെ മക്കളും കുടുംബമായിട്ട് ഞങ്ങൾക്ക് രക്ഷിക്കപ്പെടണം. ഒരാണുങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് പിന്നെ ആണുങ്ങളൊക്കെ, പുരുഷന്മാര്, സഹോദരന്മാർ കടന്നിടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു, ദൈവസേനയിൽ കടന്നുപോയി. നല്ലൊരു IPCയിലാണ് എൻ്റെ പിതാവ് കടന്നുപോയത്. ഞങ്ങൾക്ക് സഭ എന്നാന്ന് അറിയത്തില്ല. അപ്പൊ എൻ്റെ മാതാവ് ഇങ്ങനെ ഒരു ദിവസം ഒളിച്ചിരുന്നു, എൻ്റെ പിതാവ് എങ്ങോട്ടാ പോണേന്നറിയാം. അപ്പൊ ഇങ്ങനെ കടന്നുപോയി. എൻ്റെ പിതാവ് റെഡി ആയിട്ട് ഇങ്ങനെ ഒരു 3 കിലോമീറ്റർ കാട്ടിലൂടെ നടക്കണം, പുഴു തല വരെ കയറും, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. പിന്നെ ഒരു 5 രൂപ പോയിന്റ്, അന്നത്തെ കാലത്ത് 5 രൂപ ഇല്ലെങ്കിൽ ഒരു മല വട്ടം ഇറങ്ങി വേണം കിലോമീറ്ററുകൾ ആ ചർച്ചിൽ പോകാൻ. ചർച്ചിലായെന്നില്ല, ഒരു വീട് പോലത്തെ ഒരു സ്ഥലം. അന്നത്തെ കാലത്ത് ചർച്ചൊന്നും ഇല്ലല്ലോ. അപ്പൊ എൻ്റെ മാതാവ് ഇങ്ങനെ പുറകെ ചെന്നപ്പോ ഇങ്ങനെ കടന്നു പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ പാട്ടും പ്രാർത്ഥന, നമ്മൾ കേൾക്കാത്ത ഒരു പ്രാർത്ഥന പോലെ, ഭയങ്കര കയ്യടി, ഒച്ചപ്പാട്, ബഹളം. എൻ്റെ പിതാവ് കാണാതെ മടങ്ങിപ്പോന്നതിന് ശേഷം എൻ്റെ മാതാവ് ശക്തമായിട്ട് ചോദ്യം ചെയ്തു, എങ്ങോട്ടാണ് പോകുന്നത്? പള്ളി പോകുന്നില്ല, ഇത് നിർത്തിക്കൊള്ളണം, ഇത് ശരിയാവത്തില്ല, എൻ്റെ മക്കളെ കെട്ടിക്കത്തില്ല, ചത്താ കുഴിച്ചിടത്തില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായി. എൻ്റെ മൂത്ത ആങ്ങളെ പറഞ്ഞു, ഞാൻ അപ്പോഴത്തേനും ഞങ്ങൾ മക്കളെല്ലാം നല്ല അറിവായി, ഞാൻ അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ എൻ്റെ ആങ്ങളെ പറഞ്ഞു, ചത്താലും പെന്തക്കോസ്തി വരത്തില്ല. അപ്പൊ പെന്തക്കോസ്തിന്റെ അനുഭവം എന്താണെന്ന് എൻ്റെ പിതാവ് പെതുക്കെ വചനം പറഞ്ഞു, സഭയെ പരിചയപ്പെടുത്തി, ഞങ്ങളെല്ലാം മക്കളെ വിളിച്ചിരുത്തി പാട്ട് പാടും. പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ജോലിക്ക് പോയിട്ട് കടന്നപ്പോൾ അന്നത്തെ കാലത്ത് റേഡിയോ ഉണ്ടായിരുന്നു, എല്ലാ വീടുകളിലും ഇല്ല. പക്ഷെ ഈ പാട്ട് ഇഷ്ടമായതുകൊണ്ട് 1 മണിക്ക് എൻ്റെ പിതാവ് ഇങ്ങനെ ജോലി ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ വരും. ഞങ്ങളെല്ലാം ചുറ്റും, കൊച്ചുങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ, ചെറിയ പിള്ളേർ ചുറ്റും ഇരുന്ന് ഞങ്ങൾ എന്ത് ചെയ്യും, സിനിമാ പാട്ട് കേൾക്കും. അപ്പൊ അന്ന് എൻ്റെ പിതാവ് ആ റേഡിയോ വിറ്റതാണ്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര, കാരണം വിശ്വാസത്തിൽ വരുന്നതിനും ഒരു തീവ്രവാദിയാണ്. കാരണം വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞും പൗലോസ് എന്ന് പറഞ്ഞ പോലെ, ശൗല് പൗലോസ് ആയതുപോലെയാണ് എൻ്റെ പിതാവിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാല്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മാതാവ് ശക്തമായിട്ട് എതിർത്തു. എൻ്റെ പിതാവ് വിട്ടില്ല, തുടർമാനമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ മത്സരിച്ച് പിതാവിനോട് മത്സരിച്ച് സൺഡേ സ്കൂളിലും പോയി, പള്ളിയിലും ഞങ്ങളെ ഒരുക്കി വിട്ടും എൻ്റെ മാതാവ് പള്ളി വിട്ടില്ല.
അങ്ങനെ ഇരിക്കുമ്പോൾ 89 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കണം. 89 എൻ്റെ പിതാവ് കടന്നുപോയി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്താ സ്നാനം എന്തെന്നും അറിയത്തില്ല. സ്നാനം കഴിഞ്ഞിട്ട് എൻ്റെ പിതാവ് മടങ്ങി വരുമ്പോൾ 2 കിലോ ഏത്തപ്പഴമായിട്ട് വന്നു. അന്നത്തെ കാലത്ത് വിശപ്പിന്റെ വിളി എന്ന് വെച്ചാൽ വലിയതാണ്. ഒന്നുമില്ല, ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല, ഒരു ഭവനമില്ല, കയറി കിടക്കാൻ സ്ഥലമെല്ലാം മൊത്തം നഷ്ടപ്പെട്ടു. ചികിത്സയ്ക്ക് കൊടുത്തു, കുറെ ചേച്ചിമാരെ കെട്ടിച്ചു. അങ്ങനത്തെ അനുഭവമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഇളയാളെ ഇച്ചിരി ഒരു നിരീശ്വരവാദി. അവൻ പറഞ്ഞു, ആരും ഈ പഴം തിന്നരുത്, പെന്തക്കോസുകാർ കൊടുത്തു വിട്ടേക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും കഴിക്കാൻ പോകും, ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു. ഇത് കഴിക്കുന്നവര് ആദ്യം പിന്നെ പിതാവിന്റെ കൂടെ കടന്നു പോകുന്നു പറഞ്ഞു. കൃപയാ കർത്താവ് എന്നെ കണ്ടത് കൊണ്ട് ദൈവമക്കളെ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, അന്ന് ഞാൻ ആ പഴം തിന്നത് കാരണം അവിടത്തെ ഒരു അച്ചായനാണ്, ചായക്കടയുള്ള ഒരു അച്ചായൻ. ആരാദ്യം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആരാദ്യം സഭയിൽ ചെന്നാലും ആ കടയിൽ കൊണ്ട് ഈ ഭക്ഷണം കൊടുക്കും, പലഹാരം കൊടുത്തു വിടും. അത് പ്രാർത്ഥിച്ചതൊന്നും അല്ല, ആ കടയിൽ സാധനം എടുത്ത് കൊടുത്തു വിടുന്ന നമുക്കൊന്നും അറിയത്തില്ല. പക്ഷെ അത് കഴിച്ച് എന്തായാലും ഉള്ള കൃപയാൽ ദൈവം എന്നെ കണ്ടതുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ കൂടെ ഞാൻ അമ്മയോടും എതിർത്ത് എല്ലാവരോടും പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പച്ചൻ്റെ കൂടെ പോവാണ്, എൻ്റെ ചാത്തൻ്റെ കൂടെ പോവാന്ന് പറഞ്ഞ് 2ാമത്തെ ആഴ്ച എന്ത് ചെയ്തു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ പോയി. അപ്പൊ എൻ്റെ ആങ്ങളെ പറഞ്ഞു, കണ്ട അവക്ക് ആ മന്ത്രവാദം ഏറ്റു, പെന്തക്കോസ്താരം മന്ത്രവാദം ഏറ്റെന്ന് പറഞ്ഞു. ഞാൻ അതിലൊന്നും ഭാരപ്പെട്ടില്ല. കാരണം അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസവും ഇല്ല, ഒരു വിവരവും ഇല്ല. ഞാൻ സ്തോത്രഹാലയില് അങ്ങനെ ഇരുന്ന സ്ഥാനത്താണ്. അങ്ങനെ ഇരിക്കുമ്പോ യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ ഞാൻ 2ാമത്തെ ആഴ്ച എൻ്റെ പിതാവിൻ്റെ അടുത്ത് കൂടെ പള്ളി കടന്നുപോയി. അവരുടെ ആ സ്നേഹം കണ്ടപ്പോൾ യഥാർത്ഥമായിട്ട് യേശുവിൻ്റെ സ്നേഹം എന്താ നമ്മൾ പറയുമെങ്കിലും, യേശു സ്നേഹമാണ്, ദൈവം സ്നേഹമാണെന്ന് കത്തോലിക്ക സഭയിൽ പഠിപ്പിക്കുമെങ്കിലും, പക്ഷെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് യഥാർത്ഥത്തിൽ ആ സഭയിൽ കടന്നു നിന്നപ്പോൾ ഏകദേശം 10-15 പേരുണ്ട്. അവരിലൂടെ എനിക്ക് അനുഭവിക്കാനുള്ള ഇടയായി തീർന്നു. എൻ്റെ പിതാവിൻ്റെ സ്നേഹം എന്തെന്ന്, എൻ്റെ മാതാവിൻ്റെ സ്നേഹം എന്തെന്ന് അന്ന് വരെയും അറിയാത്ത സ്ഥാനത്ത് നിന്റെ അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ നിന്നെ ചേർത്തുകൊള്ളുമെന്ന തിരുവെഴുത്തിൻ പ്രകാരം ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണെങ്കിലും ആ ഉപേക്ഷിക്കപ്പെട്ട സ്നേഹം, മാതാവിന്റെ പിതാവിന്റെ സ്നേഹം ദൈവം മടക്കി തരുവരടിയായി തീർന്നു. ആ സഭയിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ പ്രിയപ്പെട്ട ഒരു ദൈവദാസന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കളുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് അന്നൊന്നില്ലാത്ത സന്തോഷം. കാരണം അതുവരെ സ്വന്തക്കാർ ഉപേക്ഷിച്ചു, ചർച്ചക്കാർ ഉപേക്ഷിച്ചു, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു, ഒന്നുമില്ല. സമൂഹത്തിലുള്ളവര് അവിടെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ കൂടെ കൂട്ടത്തുള്ളൂ. അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥാനത്ത് നിന്ന് ആ സ്നേഹം കണ്ടപ്പോൾ കർത്താവെ, ഏറ്റവും വലിയ സ്നേഹം ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെയും അടുത്തയാഴ്ച കടന്നുപോയി. 2ാമത്തെ ആഴ്ച കടന്നുപോയപ്പോൾ എൻ്റെ പിതാവ് എന്നെ 4 വരി പാട്ടും പഠിപ്പിച്ചു, സാക്ഷ്യം എഴുതി തന്നു. ഞാനത് ബൈബിളിൽ വെച്ച് കാണാപ്പാട് അങ്ങ് ചൊല്ലിക്കൊടുത്തു. അപ്പൊ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ഇതെന്തോ സംഭവിച്ചു, ഈ റാണിക്ക് 15 വയസ്സേ ഉള്ളൂ. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, അന്നത്തെ കാലത്ത് ഒരറിവുമില്ല. ഞാൻ എന്തായാലും ഞാൻ പിന്നീട് പറഞ്ഞു, ഞാൻ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ എഴുതി തന്നു, ഞാൻ വായിച്ചതാ സാക്ഷ്യം. പാട്ടും നന്നായിട്ട് പാടി. അവർക്കെല്ലാം സന്തോഷം. അവരെന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക റെഡിയായിത്തുന്നു. പ്രിയമുള്ളവർ, എൻ്റെ പിതാവിന്റെ പ്രാർത്ഥന എന്നുള്ളത് വളരെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയായിരുന്നു. യാക്കോബ് ദൈവസന്നി മല്ല് പിടിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടത്തില്ലെന്ന്. എൻ്റെ പിതാവ് മല്ല് പിടിച്ചു പ്രാർത്ഥിച്ചു ദൈവസന്നിയിൽ. ആമേൻ. ഈ 89-90 കഴിയുന്നതിനിപ്പുറം എനിക്ക് കുടുംബമായ എൻ്റെ ദൈവത്തെ അറിയണമെന്ന് എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മക്കളെ, അത്ഭുതമെന്ന് പറയട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. 90-ന്റെ ആമേൻ കുടുംബമായി 7 മക്കളും ആമേൻ. ഇളയാങ്ങളെ മാത്രം അല്പം മാറി നിന്നു. അവന്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് സ്നാനപ്പെട്ടത്. എങ്കിലും ഞങ്ങൾ 6 മക്കളും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപയിൽ കടന്നു റെഡിയായി. അപ്പോൾ തന്നെ എൻ്റെ ചേച്ചിമാരെല്ലാം 2 പേരെ വിവാഹം കഴിച്ചയച്ചിരുന്നു. അപ്പോൾ 2ാമത്തെ ചേച്ചിയെ വിശ്വാസത്തിലാണ് വിവാഹം കഴിച്ചയച്ചത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വിശ്വാസത്തിൽ കടന്നു വന്നു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ തുടങ്ങി. അപ്പോൾ തന്നെ 17ാമത്തെ വയസ്സിൽ അപ്പോൾ വിദ്യാഭ്യാസം ഒന്നും ഞങ്ങൾക്ക് തന്നില്ല, സാമ്പത്തികം ഇല്ലാതെ. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചോളൂ. ബാക്കി എല്ലാവരും 6ഉം 7ഉം 10ഉം മൂത്തയാങ്ങളെ 10ാം ക്ലാസ് പഠിച്ച് വന്നപ്പോൾ എനിക്ക് പിന്നെയും പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്തതുകൊണ്ട് എൻ്റെ പിതാവ് മദ്യപാനിയാണല്ലോ, പുസ്തകം എടുത്ത് തോട്ടിലേക്ക് എറിയുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാം തകർന്ന് ഞങ്ങളുടെ ഭാവി വഴികളെല്ലാം അടച്ച് ഒരു വഴിയുമില്ല എന്ന് ആമേൻ ഞങ്ങൾ നനച്ചിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. ആ യേശുവിന്റെ വഴി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തുറന്നു തന്നപ്പോൾ ദൈവത്തിന്റെ മക്കളെ പറയട്ടെ, ഒന്നാമത് ഞങ്ങൾ
ഞങ്ങൾക്ക് സമാധാനം തന്നു. എൻ്റെ അപ്പച്ചൻ പിന്നെ എല്ലാ മക്കളെ ആമേൻ ജോലി കഴിഞ്ഞ് വന്ന് 6 മണിക്ക് ദൈവസന്നിധിയിൽ ഇരുന്നാൽ 9 മണി വരെ പാട്ടും പ്രാർത്ഥനയും ആരാധനയും അന്നത്തെ ആ സന്തോഷം എന്ന് പറയുന്നത് ഇന്ന് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. അത്ര സന്തോഷം കർത്താവിനെ കണ്ടെത്തിയത് മുഖാന്തരം. ഹല്ലേലൂയ. മക്കളെ സ്നേഹിക്കാൻ തുടങ്ങി, ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങി, ഉപദ്രവത്തിൽ നിന്ന് വിടിവിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ 17-18 വയസ്സിൽ ഞാനും എൻ്റെ ആങ്ങളെയും ഒരു കൺവെൻഷൻ ഇങ്ങനെ മൂത്ത ആങ്ങളൊക്കെ പാടാൻ പോയപ്പോ പി ജി സാറിൽ നാട്ടിൽ കടന്നു വന്നു സുവിശേഷ വേലയ്ക്കുള്ളവർ കൈപൊക്കാൻ പറഞ്ഞു. ഞാൻ പറയട്ടെ, സുവിശേഷ വേല എന്താണെന്ന് അറിയത്തില്ല. തന്നെയല്ല, എൻ്റെ പിതാവ് അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഈ പെൺമക്കളെ മുറ്റത്ത് പോലും ഒറ്റയ്ക്ക് ഇറക്കി വിടാത്ത ഒരു സാഹചര്യം. പെൺമക്കളെ ഒരു കാരണവശാൽ ഇന്നത്തെ പോലെ +2 കഴിഞ്ഞ് രാജ്യങ്ങൾ താണ്ടി പെൺപിള്ളേര് കടന്നു പോകുന്നുണ്ട്. പെൺകുട്ടികൾ ഭയങ്കര അത്ഭുതമാണ് ഇന്നത്തെ കാലഘട്ടം. അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ പഠിക്കാനും അധികം വിടത്തില്ല പെൺപിള്ളേരെ. ആമേൻ അടുക്കളയിൽ ഒതുക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഇങ്ങനെ ഒരു ആക്കുവാനും പി ജി സാർ തന്നപ്പോൾ ഞാൻ ചാടി കൈപോക്കി. എനിക്ക് അറിയത്തില്ല എന്താണോ എങ്ങനെയാ സുവിശേഷ വേല ഒന്നും അറിയത്തില്ല. ഇതിനിപ്പുറം ഞാൻ രക്ഷിക്കപ്പെട്ട് സഭയിൽ ചെന്ന് 15ാമത്തെ ദിവസം ഞാൻ പറഞ്ഞല്ലോ 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദേവദാസൻ പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിരിക്കുക. ആ കുഞ്ഞു പ്രായത്തിൽ എനിക്ക് അറിയത്തില്ല, മലയാളം പോലും ശരിക്കും എനിക്ക് അറിയത്തില്ല 10ാം ക്ലാസ് എന്ന് പറഞ്ഞാലും. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവിക വാക്തത്വം ഒത്തിരി കേട്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ സഭയിൽ കടന്നുപോയി. ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നമാണ്, ദർശനമാണോ സ്വപ്നമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു സ്വപ്നം കണ്ടു. 3 പേര് നിരന്നിരിക്കുന്നു. എന്നാൽ നടുക്ക് ഞാനിങ്ങനെ ആകാശത്തിലോട്ട് ഇങ്ങനെ ഉയർന്നു പൊങ്ങിപ്പോണു. രണ്ടാമത് സഭാപ്രസംഗി പറയുന്ന പോലെ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ ഏറിയ നാൾ കഴിയുമ്പോൾ അത് മടങ്ങി വരും. ഞാൻ കടല് പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു കടൽ, അതിനകത്ത് സ്റ്റീൽ പാത്രത്തിൽ അപ്പം വെച്ചിട്ട് ഞാനിങ്ങനെ ഒഴുക്കി വിടുകയാ. ഇതിന്റെ പൊരുളൊന്നും ദൈവത്തിന്റെ മക്കളെ എനിക്ക് അറിയത്തില്ല. അവര് പറഞ്ഞു, ഇന്ത്യയുടെ അതിർത്തി വരെ നീ പോകും. എനിക്ക് സാധിക്കത്തില്ല അന്നത്തെ സാഹചര്യം അനുസരിച്ച്. കാരണം എൻ്റെ പിതാവ് വിടത്തില്ല, രണ്ടാമത് വിദ്യാഭ്യാസമില്ല, മൂന്നാമത് സുവിശേഷ വേല എന്താണെന്നറിയത്തില്ല, വചനമൊന്നും വായിച്ചിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ദൈവത്തിന്റെ മക്കളെ. ഞങ്ങൾ കടന്നുപോയ സഭയിൽ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. എന്തായാലും ഈ വാക്തത്വം കേട്ട് ആ ദൈവദാസൻ തന്നെ പറഞ്ഞു, റാണി ഇങ്ങനെ ഒരു ബൈബിൾ സ്കൂൾ ഉണ്ട്, നീ പഠിക്കാൻ വരണം. ഞാൻ പറഞ്ഞു, എനിക്ക് മലയാളം പോലും നന്നായിട്ട് അറിയത്തില്ല, ഇംഗ്ലീഷ് മീഡിയം. ദൈവത്തിന്റെ മക്കളെ ഞാൻ അത്ഭുതം പറയട്ടെ, ദൈവം അസാധ്യങ്ങളുടെ ദൈവമാണ്, അസാധ്യങ്ങളുടെ ദൈവം. കാരണം മലയാളം വായിക്കാൻ അറിയത്തില്ലാത്ത എനിക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അന്ന് അഡ്മിഷൻ തന്നെങ്കിൽ ഈ ദൈവം എത്ര വലിയവനാ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ സാഹചര്യമൊക്കെ, എൻ്റെ വിദ്യാഭ്യാസം ഒന്നും എനിക്ക് അനുകൂലമല്ലായിരുന്നു. എന്താണെന്നറിയത്, ദൈവം കണ്ടതുകൊണ്ട് ദാവീദ് ആടുമേയ്ക്കുമ്പോൾ വനാന്തരങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തതുപോലെ എനിക്ക് പറയാൻ വാക്കുകളില്ല. ഹല്ലേലൂയ. ആ പ്രായത്തിൽ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ കൈപൊക്കി. എനിക്ക് കത്ത് തന്നു, അവർ അഡ്രസ് അയച്ചു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോ എൻ്റെ ആങ്ങള് പറഞ്ഞു, നീ എന്തിനാ കൈപൊക്കിയേ? പെൺപിള്ളേരെ ആരും ചാത്തൻ അങ്ങനെ വിടാറില്ലല്ലോ, നീ എന്തിനാ കൈപൊക്കി? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. ആ സാറ് ഇങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ കൈ തന്നെ ഇങ്ങനെ പൊങ്ങിപ്പോയതാന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ ആങ്ങളോട് പറഞ്ഞു. ആങ്ങൾ പറഞ്ഞു, ഒരു കാരണവശാലും വിടത്തില്ല, നീ പോകത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബൈസ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ടാണ് 3 വർഷം പിന്നെ എന്നെ ബൈസ്കൂളിൽ കൊണ്ടുപോയി. ബൈസ്കൂളിൽ ചെന്നപ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ, ഏറ്റവും ചെറുപ്രായം ഈർക്കിളി പോലെ ഒരു പെൺകുട്ടി. ഞാൻ പറയണേ, രൂപവും ഇല്ല, ഗുണവും ഇല്ല, കാരണം വിദ്യാഭ്യാസവും ഇല്ല, ഭാഷയില്ല, മലയാളം പോലും നന്നായിട്ട് അറിയാൻ വയ്യാത്ത. പക്ഷെ ആ ബൈബിൾ സ്കൂളിലെ സാറെന്ന് പറയുന്ന സാറിന് ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി എന്നെ ചേർത്ത് നിർത്തി. എന്തായാലും എല്ലാവരും +2 ഡിഗ്രി അങ്ങനെ പ്രായമുള്ളവരാണ് ബൈസ്കൂളിൽ പഠിച്ചത്. ഏറ്റവും ചെറുത് ഞാൻ. എങ്കിലും ആ അമ്മച്ചി പറഞ്ഞു, റാണി എൻ്റെ കൂടെ നിന്നോ. അമ്മച്ചിയുടെ കൂടെ എന്നെ നിർത്തി ബൈസ്കൂളിൽ പഠിച്ചു. ഇടുക്കിയില് ക്രൈസ്റ്റ് എലൈവ് 3 വർഷം ഞാൻ ബൈസ്കൂളിൽ പഠിച്ചു. മാർക്ക് എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ല. ദൈവത്തിന്റെ മക്കളെ ഇപ്പൊ എനിക്ക്, കാരണം കാണാപ്പാടം പഠിക്കും, നോട്ട് എഴുതി തരും, കാണാപ്പാടം പഠിക്കും, അതങ്ങ് എഴുതി വെക്കും. ക്വസ്റ്റ്യൻ പോലും മലയാളം പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ സത്യം പറഞ്ഞ 3 വർഷം ഞാൻ ബൈബിൾ സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം ബൈബിൾ സ്കൂളിൽ പഠിച്ച് ഞാൻ ഇറങ്ങിയപ്പോഴാണ് ഈ കൺവെൻഷന് ഞാൻ പാടാൻ പോകുന്നത്. പാടാൻ ചെന്നപ്പോൾ പി ജി സാർ ഇങ്ങനെ പറഞ്ഞു, ആക്കുവാനും പറഞ്ഞു. ഞാൻ കൈപോക്കി. എന്തായാലും വേണ്ട, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് ലെറ്റർ വരികയാണ്, സിസ്റ്ററിനെ സുവിശേഷ വേലയ്ക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു, പത്താംകോട്ട് പഞ്ചാബിൽ കടന്നു വന്ന. ദൈവമേ, ആകെ പ്രശ്നമായി. എൻ്റെ പിതാവ് വിശ്വാസിയാണെങ്കിലും വിടത്തില്ലെന്ന് എനിക്കുള്ള.
പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ദൈവത്തിന്റെ ഹിതമാണ്, ദൈവത്തിന്റെ വാക്തത്വം ഉണ്ടായിരുന്നു, ഒന്നും അറിയാതിരിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എനിക്ക് അഡ്മിഷൻ തന്നു, എന്നെ സുവിശേഷ വേലയ്ക്ക് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് എന്നെ അയക്കും. ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു. പക്ഷേ തടസ്സമൊന്നും, ദൈവത്തിന്റെ മക്കളെ, ഒരു അത്ഭുതങ്ങളുടെ ദൈവമാണ് എൻ്റെ യേശു. എൻ്റെ പിതാവ് എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു ഡ്രസ്സ് മേടിച്ചു തരാൻ അന്നത്തെ കാലത്ത് വഴിയില്ല എനിക്ക്. ഒരു ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഞാൻ പറയട്ടെ, 89-90 ഡിസംബറിൽ ഞാൻ സ്നാനപ്പെട്ടു. ഡിസംബറിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാണ് ഈ ബൈസ്കൂളിൽ പോകുന്നത്. അന്ന് സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ചർച്ചിൽ ഒരു വ്യക്തിയുടെ ഡ്രസ്സ് മേടിച്ചാൽ സ്നാനപ്പെട്ടെ. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകണം. എൻ്റെ ആഗ്രഹമാണ്. ദൈവം എന്താണെന്നറിയത്തില്ല. പഞ്ചാബിന് എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈർക്കളി പരുവാണ് ഞാൻ. ഈ കാലാവസ്ഥ എന്ന് വെച്ചാൽ അറിയത്തില്ല, അവിടെ എന്തോ സാഹചര്യം അറിയത്തില്ല. ഞാൻ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ 5 സഹോദരിമാരുണ്ട്. അതിലേറ്റവും പ്രായം കുറഞ്ഞതും ആരോഗ്യമില്ലാത്തതും ഞാനാണ്. ദൈവത്തിന്റെ മക്കളെ, എനിക്ക് അപ്പൊ തന്നെ സങ്കടവും തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എൻ്റെ ദൈവം എത്ര വലിയവനാ. ഞാൻ പഞ്ചാബിൽ കടന്നുപോയി. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ലീഡർ പറയാണ്, എൻ്റെ ദൈവമേ, ഈ കൊച്ചിനെ ഞാൻ എങ്ങനെ ഇവിടെ നിർത്തുന്നു. ആ ലീഡർ, ബാക്കി എല്ലാവരും നല്ല തണ്ടും തടിയും ആരോഗ്യമുള്ളപ്പോ എൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഇന്ന് എന്നെ കണ്ടവര് അന്ന് കണ്ടവര് ഇന്ന് കണ്ട എന്നെ മനസ്സിലാകത്തില്ല. അതുപോലെയാണ്. ആ ലീഡർ പറഞ്ഞു, 19 ഉള്ളൂ എനിക്ക്, ഇതിനെ എങ്ങനെ ഇവിടെ നിർത്തും, ഇതിന്റെ ആരോഗ്യസ്ഥിതി. അന്ന് മുതൽ ആ ലീഡർ അവിടെയുള്ള സഹോദരിമാരെക്കാൾ ഉപരിയായിട്ട് ആമയെ സ്നേഹിച്ചു. ആ ലീഡർ ഒരു സഹോദരിമാരോട് ഇടപെടാത്തൊരു സ്നേഹം, ഒരു കരുതല് ദൈവം ആ ആന്റിയിലൂടെ എനിക്ക് തരുവാനിടയായിരുന്നു. ദൈവത്തിന്റെ മക്കളെ, ഞാൻ പറയട്ടെ, ഒരു അത്ഭുത സാക്ഷിയാണ് ഞാൻ കടന്നു പോയത്. അവിടെ കടന്നു നിന്ന് എൻ്റെ കൂടെ പോന്ന 4 സിസ്റ്റർമാർക്കും രോഗത്തിന്റെ കൂടും, ഭക്ഷണം കഴിക്കാൻ വേണ്ട 6 മാസം കൊടും തണുപ്പ്, 6 മാസം കൊടും ചൂടാണ് അവിടുത്തെ വടക്കേന്ത്യയിലെ പഞ്ചാബില് പത്താംകോട്ട്. അവിടെ ഇരിക്കുമ്പോൾ ഒരു ജലദോഷം പോലും വരാത്തത് ഇരിക്കുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും അറിയത്തില്ല. ഇത്ര വലിയവനായ ദൈവം ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ന്യായവിധി തെറ്റി ഒഴിയും? ആമേ സ്തോത്രം. 2 വർഷം അവിടെ നിന്നു. അവിടുത്തെ പാട്ടുപാടാൻ ലീഡേഴ്സ് ആയിട്ട് എന്നെ അവിടെ നിന്ന് വിടാത്തൊരു കണ്ടീഷനായി. വിവാഹം കഴിച്ച് അവിടെ നിർത്താൻ അവര് പദ്ധതി ഒരുക്കി. കാരണം അവിടെ നിൽക്കാൻ എൻ്റെ കല്യാണം ആലോചിച്ചു. അപ്പോൾ കടന്നു വന്ന് അവിടെ നിന്ന് ഒരാളെ കടന്നു വന്നുള്ളൂ. പക്ഷെ എൻ്റെ വീട്ടിൽ 1 രൂപ പോലും കൊടുക്കാനില്ല. അന്നത്തെ കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് തന്നെ. ആലയത്തിൽ കടന്നു പോയി ഞാൻ പറയട്ടെ, എനിക്ക് 24 മണിക്കൂറും പ്രെയറാണ് അവിടെ. പത്താംകോട്ടും പ്രെയർ ഗ്രൂപ്പിലാണ് ഞാൻ കടന്നു പോയത്. അല്ലാത്ത സമയം ചർച്ചിൽ കൊണ്ടുപോകും, അല്ലാത്ത സമയം പുറത്ത് വിസിറ്റിങ്ങിന് കൊണ്ടുപോകും. ഒത്തിരി പ്രവർത്തനങ്ങളുണ്ട് പി ജി സാറിൻ്റെ അവിടെ. അന്നത്തൊക്കെ പങ്കെടുക്കുവാൻ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവം എന്നെ സഹായിച്ചു. അവിടെ 1.25 വർഷമായപ്പോൾ 2 വർഷം വരെ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ, ഇനി എന്ത് എൻ്റെ ജീവിതം? ഇത്രത്തോളം ദൈവം നടത്തി. ശൂന്യതയിൽ നിന്ന് ദൈവം എന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ആ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. കാരണം പ്രാർത്ഥന ഇല്ലാത്ത സമയം തൊട്ടടുത്താണ് ചർച്ച്. 10 മണിയാകുമ്പോൾ ചർച്ചിൽ പോയിരിക്കും, 1 മണിയാകുന്ന അറിയുന്നില്ല. അത്ര ദൈവമായിട്ട് പ്രാർത്ഥന. ബാക്കി എല്ലാ സഹോദരിമാരും വീട്ടിൽ നല്ല സാമ്പത്തിക ചുറ്റുപാട്, ആശ്രയിപ്പാൻ ആൾക്കാർ, മാതാപിതാക്കളുടെ സഹോദരങ്ങളുള്ളപ്പോൾ എനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല. മാതാപിതാക്കൾക്ക് സാമ്പത്തികമില്ല. സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒരുവിധം ഇങ്ങനെ വലുതായി വരുന്നതേ ഉള്ളൂ. സാമ്പത്തികമായി ആരുമില്ല സഹായിക്കാനായിട്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി എൻ്റെ ജീവിതം എന്ത്? 1.25 വർഷം വരെ ദൈവം എന്നെ നിർത്തി. ഫീൽഡിൽ വിടും, പക്ഷെ ഫീൽഡിൽ വിടാനുള്ള ആരോഗ്യം എനിക്കില്ല. അവരവിടുന്ന് വിവാഹം ആലോചിച്ച് കടന്നു വന്ന ആള് പറഞ്ഞു, ആ വണ്ണമില്ല, അതുകൊണ്ട് മാത്രം വേണ്ടെന്ന് പറഞ്ഞു. 1 രൂപ പോലും ഇല്ല. ഞാൻ പറയട്ടെ ദൈവത്തിന്റെ മക്കളെ, 2 വർഷം ആകാൻ പോവുക. അപ്പോൾ ഞാൻ കർത്താവിന്റെ വചനമുണ്ട്, ഹൃദയം നുറുങ്ങിയർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അന്ന് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. എൻ്റെ കൂടെ നിന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു, റാണി, നിനക്ക് വിവാഹം നടക്കത്തില്ല. കാരണം നിന്റെ ആരോഗ്യസ്ഥിതി, നിന്റെ ശാരീരികമായ സ്ഥിതി നിനക്ക് അനുകൂലമല്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അന്നത്തെ കാലത്തൊക്കെ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഒരറിവുമില്ലാത്ത അഭിഷേകമുണ്ടെങ്കിൽ അറിവില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, കർത്താവിന്റെ ദൈവത്തിന്റെ വേലയ്ക്ക് കണ്ടിരിക്കുന്നെങ്കിൽ നല്ല ബുദ്ധിയുള്ള, ഞാൻ 10ാം ക്ലാസ്സിലുള്ളൂ, +2 വിദ്യാഭ്യാസമുള്ള, ദൈവവചനം നന്നായി പ്രസംഗിക്കുന്ന ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ചെങ്കടലിന്റെ മധ്യ വഴിയൊരുക്കിയ ദൈവം. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ 40 സംവത്സരം നടത്തിയ
നടത്തിയ ദൈവമാണെങ്കിൽ എൻ്റെ ദൈവം എൻ്റെ ഭാവിക്ക് വേണ്ടി കരുതും. ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ എനിക്ക് കരുതുവാൻ കഴിയില്ല, എൻ്റെ സഹോദരങ്ങൾക്ക് എനിക്ക് കരുതില്ല, എനിക്ക് തന്നെ കരുതുക. പക്ഷെ എൻ്റെ ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ ആ ദൈവം കരുതിക്കൊള്ളും സഹോദരിമാരെ എന്ന് പറയുവാൻ റെഡിയായി തീർന്നു. പക്ഷെ ആ ആന്റി പോലും ചോദിച്ചിട്ടുണ്ട്, ഈ റാണിക്ക് എന്താ ഇത്രയേറെ പ്രശ്നങ്ങൾ? കാരണം 10 മണി പ്രയർ ഇല്ലാത്ത സമയം, ഗ്രൂപ്പ് പ്രയർ ഇല്ലാത്ത സമയം, 10 മണിക്ക് ആലയത്തിൽ കടന്നു പോയാൽ 1 മണിയാകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴാണ് എൻ്റെ കണ്ണുനീര് തോരുന്നത്. കാരണം എൻ്റെ ഭവനത്തിലെ അവസ്ഥ അതാണ്. ദൈവസന്നി കടന്നു വന്നിട്ടും അന്നത്തെ കാലത്ത് മുൻപോട്ട് പോകാൻ ഒരു നിവൃത്തിയില്ലാതെ വളരെ ഭാരപ്പെട്ട സ്ഥാനത്താണ് ഞാൻ പഞ്ചാബിൽ കടന്നുപോയത്. പ്രാർത്ഥന എന്നുള്ളത് എന്റെ ശ്വാസോച്ഛ്വാസമായി, എനിക്ക് ശ്വസിക്കുന്നത് പ്രാർത്ഥനയായി മാറി. ഞാൻ എന്റെ കുടുംബത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചു, എന്റെ പിതാവിന്റെ കൂടെ രണ്ടാമത് എന്റെ കർത്താവിനെ തിരഞ്ഞെടുത്തേക്ക് ദൈവം വഴികളെ തുറന്നു തരും. എന്റെ ഭവനത്തിലെ അവസ്ഥയോർത്ത് ഞാൻ കരയും. ആലയത്തിൽ പോയി കിടന്നു. എല്ലാവരും ദൈവത്തെ കണ്ടു, പക്ഷെ അതിൻ്റെതായ ഒരു സമൃദ്ധിയോ ഒരു നന്മയോ എല്ലാം നഷ്ടപ്പെട്ടു. സാമ്പത്തികവും സ്ഥലവും എല്ലാം നഷ്ടപ്പെട്ട് ആരെല്ലാം ആശ്രയിക്കാൻ ഇല്ലാതിരിക്കുന്നത്. എന്റെ ഭവനത്തെ ഓർത്ത് കരയും. അപ്പൊ അവരെല്ലാം ചോദിക്കും, ഈ റാണിക്ക് എന്താ ഇത്ര വിഷയം? ഞാൻ ആരോടും പറയത്തില്ല. അന്നത്തെ കാലത്തൊക്കെ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴാണ് ഈ സാക്ഷിയൊക്കെ പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ ഒക്കെ മീഡിയാസിലൂടെ ഞാൻ ഒത്തിരി പറയുന്നുണ്ട്. അങ്ങനെ ഭവനത്തെ കുറിച്ചുള്ള കരച്ചിലും സഹോദരങ്ങളെ കുറിച്ചുള്ള കരച്ചില്, അതൊരു പ്രാർത്ഥന. അത് പ്രാർത്ഥിക്കാൻ കന്നാക്കി ദേവാലയത്തിൽ പോയിരിക്കുമ്പോൾ വാക്കുകൾ കിട്ടാതെ ഹൃദയം കൊണ്ട് ആരുടെ വാക്കുകളിലും ആശ്വാസം കണ്ടെത്താതെ ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കും. എൻ്റെ സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോയത്. കർത്താവേ, ദൈവത്തിന്റെ വരവ് താമസമെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെയും വിവാഹം കഴിക്കണം, എല്ലാവരും ഒരു സമൃദ്ധി തരണമെന്ന് പ്രാർത്ഥിക്കുകയായി തീർന്നു. ദൈവമക്കളെ പറയട്ടെ, 1.25 വർഷമായപ്പോൾ അപ്പോൾ തന്നെ 3 ചേച്ചിമാർ വിവാഹം കഴിക്കത്തില്ലെന്ന് പറഞ്ഞാൽ മൂത്ത ചേച്ചി അപസ്മാര രോഗിയെ സൗഖ്യമാക്കി ആ മക്കളായി. രണ്ടാമത്തെ ചേച്ചിക്കും വിവാഹം കഴിഞ്ഞു, മൂന്നാമത്തെ ചേച്ചി വിവാഹം കഴിഞ്ഞു. അപ്പോൾ മൂത്ത ആങ്ങള ഉണ്ട്, 2 ആങ്ങളമാരുണ്ട്, 3 പേര് കല്യാണം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്ത ആങ്ങള തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് വിശ്വാസത്തിലൊക്കെ കടന്നു വരുന്നത്. ഹൈസ്കൂളിൽ പഠിക്കാൻ കടന്നു പോയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ പഞ്ചാബിൽ കടന്നു. ഇളയ ആങ്ങള വർക്ക്ഷോപ്പ്, ഒന്നും പഠിച്ചില്ല, എല്ലാം 6ാം ക്ലാസ് വരെയൊക്കെയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഇനി എന്തെന്റെ ഭാവി, എൻ്റെ ഭവനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എല്ലാവരും കൃപയാ ഞാൻ പറയട്ടെ, എല്ലാവരുടെയും വിവാഹം കഴിഞ്ഞ മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ഞങ്ങൾ 2 അനിയത്തിമാരെ വിവാഹം കഴിക്കാൻ എൻ്റെ മൂത്തയാങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ടു, ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങളെ വിശ്വാസത്തിൽ എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവേ, അന്നത്തെ കാലത്ത് പ്രാർത്ഥിക്കും, വിശ്വാസത്തിൽ വന്ന ആമ്പിള്ളേരില്ല, അതുകൊണ്ട് എളുപ്പം വിവാഹം കഴിക്കണം എന്നൊക്കെ ദൈവദാസന്മാർ പറയുമ്പോൾ 22ാമത്തെ വയസ്സിൽ ദൈവം എനിക്കൊരു ഭാവിയെ ദൈവം തന്നു. ഏറ്റവും ചെറുപ്രായത്തിൽ വിവാഹം എന്തെന്നോ കുടുംബജീവിതം എന്തെന്നോ ജീവിതം എന്നൊന്നും അറിയത്തില്ല. കാരണം കണ്ണുനീര് മാത്രമാണ് അന്ന് ആ സാഹചര്യത്തിൽ. അവിടെ പ്രാർത്ഥന 1.25 വർഷമായി കർത്താവ് പ്രാർത്ഥിച്ചു. അപ്പോൾ നാട്ടിലേക്ക് എൻ്റെ മൂത്ത സഹോദരൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ഇങ്ങനൊരു ചെറുക്കനുണ്ട്, റാണിയുടെ ഫോട്ടോ ഒന്ന് അയച്ചു തരുവാണെങ്കിൽ. ആ ഫോട്ടോ കണ്ടിട്ട് അവർ പറഞ്ഞു, എൻ്റെ പുറമേ ഉള്ള സൗന്ദര്യമല്ല അവർ കണ്ടത്. അവർ പറഞ്ഞു, 1 രൂപ പോലും വേണ്ട, പെൺകൊച്ചിനെ കാണുകയും വേണ്ട, ഈ പെൺകൊച്ചിനെ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. പറയട്ടെ, ഒരു ഹൈന്ദവ കുടുംബത്തിലാണ്. എൻ്റെ അച്ഛൻ മാത്രം വിശ്വാസത്തിൽ വന്നുള്ളൂ. അമ്പലവും നല്ല ചുറ്റുപാടും നല്ല ഹൈ ലെവലിൽ ജീവിക്കുന്ന കുടുംബമാണ്. അവളുടെ മുറ്റത്ത് പോലും കയറാൻ നമുക്ക് ഒരു നിവൃത്തിയില്ല. അപ്പോഴത്തേനും എൻ്റെ വിവാഹമായി പറ്റി 10 സെന്റ് സ്ഥലവും വിറ്റ് ഞങ്ങൾ വാടക കെട്ടിടത്തിലായി. ഹല്ലേലൂയ. എൻ്റെ ആങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. 1.25 വർഷമായപ്പോൾ ഈ കല്യാണം വന്നു. ആലോചിച്ചു, എൻ്റെ ആങ്ങളെ 2 വർഷമാകാൻ ദൈവം സമ്മതിച്ചില്ല. പഞ്ചാബിൽ കടന്നു വന്ന് എന്നെ ഇവിടെ കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. ദൈവം ആരാണ്? സർവശക്തിയുള്ള ദൈവം. മോശയ്ക്ക് വെളിപ്പെട്ടതുപോലെ ഞാനാകുന്നവൻ ഞാനാകുന്നു, കർത്താവ് വെളിപ്പെട്ടതുപോലെ ഇറങ്ങി വരുന്ന ആ ദൈവസ്നേഹം എൻ്റെ ജീവിതത്തിൽ ഭാവിയുള്ള ബന്ധത്തിൽ എനിക്ക് അനുഭവിച്ചറിയായി. ദൈവത്തിന്റെ മക്കളെ, ഞാൻ കടന്നു എന്ന കുടുംബം സ്തോത്രം ചെയ്യുന്നു. 95 എൻ്റെ വിവാഹം നാട്ടിൽ കടന്നു വന്നിട്ട് 1 മാസം പോലും ഞാൻ എൻ്റെ വീട്ടിൽ നിന്നില്ല. കാരണം എൻ്റെ വീട്ടിൽ പണ്ടും ഞാൻ വിദ്യാഭ്യാസത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചത് അമ്മച്ചിയുടെ അനിയത്തിമാർ അങ്ങനെ. കാരണം ഒരു നിവൃത്തിയില്ല. എൻ്റെ ഭവനത്തിൽ നിൽക്കുന്നതേ എനിക്ക് ഇഷ്ടമില്ല. കാരണം ആ സാഹചര്യം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. വീട്ടിൽ 1 മാസം നിന്നോളൂ, ഇവർ കടന്നു വന്ന് കണ്ട് വിവാഹം കഴിഞ്ഞു. അതും ഞാൻ പറയട്ടെ, ബൈബിൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മയിലേക്ക് ദൈവം എന്നെ പറിച്ചു നടുവേണ്ടയായിരുന്നു.
ഒരു സമൃദ്ധിയിലേക്കല്ല, അവരുടെ ഭവനത്തിലുണ്ട്. പക്ഷെ അച്ഛൻ ഒരു ജോലിയില്ല, ഹൈസ്കൂളിൽ പഠിച്ചിരിക്കുന്ന. ഞാൻ അന്നത്തെ ഒരു വിവരവുമില്ല. ഞാൻ പറഞ്ഞു കർത്താവിന്റെ വേലയാണോ, അത് മതി, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ കല്യാണം ആലോചിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ പ്രാർത്ഥിച്ചത് +2 ആണ് ആള്. എന്നെ പോലെ തന്നെ ഷേപ്പ്. ഞാൻ പിന്നെ ആങ്ങളെയും പെങ്ങളും പോലെ ഇരിക്കും ഞങ്ങൾ അന്നത്തെ കാലത്ത്. ഇന്ന് രണ്ടുപേർക്കും വണ്ണം വെച്ച്. +2 നല്ല വണ്ണം. 6 മാസം കൊണ്ട് വിശ്വാസം കൊണ്ട് ബൈബിൾ മുഴുവൻ ബൈഹാർട്ടായ ഒരു വ്യക്തിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇന്നും വിദേശ രാജ്യങ്ങളിൽ മറ്റെല്ലാവരും ഇന്ന വാക്കി എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ എടുത്തു കൊടുക്കും. അത്ര ദൈവവചനത്തിൽ പരിജ്ഞാനമുള്ള ഞാൻ എന്ത് പ്രാർത്ഥിച്ചോ, ഞാൻ പറയുന്നത് ഇന്നും വിവാഹപ്രായം എത്തി ഒത്തിരി കുഞ്ഞുങ്ങൾ എന്നെ കേൾക്കുമായിരിക്കും. നമ്മുടെ ബുദ്ധിയിലൂന്നത് സെലക്ട് ചെയ്യാതെ ദൈവപാദപീഠത്തിൽ വെച്ചാൽ ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുവാൻ സർവശക്തനായ ദൈവമാണ്. സ്തോത്രം. എന്ന് പറയട്ടെ, 1 മണിക്കൂറോ 2 മണിക്കൂറോ നിന്ന് പ്രസംഗിക്കുവാൻ ഒരു തടസ്സമില്ലാത്ത ഒരു വ്യക്തിയാണ്. നല്ല ദൈവത്തിന്റെ വചന പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് എനിക്ക് ദാനമായി തന്നത്. ഞാൻ കടന്നു ചെന്ന ഭവനത്തിലും ഇരുട്ടിന്റെ അനുഭവങ്ങളായിരുന്നു. ഞാൻ കടന്നു ചെന്ന് എൻ്റെ സ്വഭാവം അറിഞ്ഞ് ഞാൻ ഒരിക്കലും പുകഴ്ത്തി പറയത്തില്ല. എൻ്റെ ദൈവം എന്നെ അയച്ച് അവിടുത്തെ മാതാപിതാക്കൾ രക്ഷിക്കപ്പെടുവാൻ റെഡിയായി തീർന്നു. അമ്പലം വിട്ട് അവിടെ 100 കുടുംബങ്ങളുണ്ട്, അവരെ വിട്ട് ഞങ്ങളുടെ ഒപ്പം ഇറങ്ങി തിരുപ്പാനിടയായിരുന്നു. ഈ ദൈവം വലിയവനാ. ദൈവത്തിന്റെ മക്കളെ, കർത്താവിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോൽ എന്ന് നാവിനെ പറ്റി പറയുമ്പോൾ നാം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, നാം പിടിച്ചു വെക്കാതെ, നാം ബുദ്ധിയിലൂന്നാതെ, നമ്മുടെ ഭാവിയാണെങ്കിലും എന്തൊരു വിഷയമാണെങ്കിലും ദൈവകരങ്ങളിൽ വിട്ടുകൊടുത്താൽ ഇത്രയേറെ ഭംഗിയായി ചെയ്തെടുക്കുവാൻ കഴിവുള്ള മറ്റൊരു ദൈവം ആകാശത്തിൻ കീഴിൽ ഭൂമിയുടെ ഇടി നൽകപ്പെട്ട വേറൊരു ദൈവമില്ലെന്നോ വേറൊരു നാമമില്ലെന്നോ എനിക്ക് ശക്തമായി വിളിച്ചു പറയാൻ കഴിയും പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞങ്ങളുടെ 95 വിവാഹം കഴിഞ്ഞു. 96 മൂത്ത മോനുണ്ടായി. 99 ഇളയ മകനും ഉണ്ടായി. 2 ആൺകുട്ടികളോട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. ഒന്നുമില്ലായ്മയില് ഏകദേശം 28 വർഷത്തോളമായി ഇന്ന് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്നു. അപ്പോഴും കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലും ഒത്തിരി പ്രതിസന്ധികൾ കയറി വന്നു. എന്നാൽ കർത്താവ് പറയുന്നു, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഹല്ലേലൂയ ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിയുടെ ഇന്ന് വളരെ അനുഗ്രഹത്തോടെ ഞങ്ങൾ 7 മക്കളില് 4 മക്കളും സുവിശേഷ വേലക്കാരാണ്. എന്റെ മാതാപിതാക്കൾ കർത്താവിന്റെ വേല ചെയ്തു. 50-ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് സകലത്തെയും വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഫെലോഷിപ്പില് വർക്ക് ചെയ്തു. ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 86 വയസ്സിൽ ഓടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും 1 മണിക്കൂർ പ്രസംഗിക്കാൻ കഴിയും എൻ്റെ പിതാവിന്. എൻ്റെ അമ്മ 50 വയസ്സ് പോലും ജീവിച്ചിരിക്കുന്നു പറഞ്ഞില്ല. കാരണം ഉപദ്രവിച്ച് ഒരു എല്ല് പോലും നുറുങ്ങാത്ത ഒരു നേരെയുള്ള വ്യക്തിയല്ല. പക്ഷെ 82-ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ നിത്യതയിൽ ചേർക്കപ്പെടുക റെഡിയായി തീർന്നു. ഹല്ലേലൂയ. ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ ന്യായവിധിന് തെറ്റി ഒഴിയും? പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സ്തോത്രം, വലിയവനായ ദൈവമാണ് യേശു. സ്തോത്രം. ഇത്ര വലിയ ദൈവം എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല. അപ്പോൾ തന്നെയും സ്തോത്രം, തലമുറകളുണ്ടായി 2 കുഞ്ഞുങ്ങളെ ദൈവം ഒന്നും നല്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ, മുൻപോട്ട് വിദ്യാഭ്യാസം, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രാർത്ഥിച്ച് ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. ദൈവം തന്നത് എൻ്റെ അധ്വാനത്താലോ എൻ്റെ മിടുക്കോ എൻ്റെ വിദ്യാഭ്യാസമോ എൻ്റെ കുലമഹിമയോ ഒന്നും എന്നെ ഉയർത്തിയിട്ടില്ല. പ്രിയമുള്ളവരെ, സ്തോത്രം, എൻ്റെ മൂത്തയാങ്ങളെ 10ാം ക്ലാസ്സേ ഉള്ളൂ. പക്ഷേ വചനം, ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമാണ്. ഈ വചനത്തെ എടുത്ത് ഉയർത്തിയത് കൊണ്ട് ഇന്ന് അമേരിക്കയിൽ വരെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ മൂത്തയാങ്ങള. ഹല്ലേലൂയ. വിദ്യാഭ്യാസം നമ്മളെ ഉയർത്തത്തില്ല, കുടുംബ പാരമ്പര്യം നമ്മളെ ഉയർത്തത്തില്ല, കുലമഹിമ നമ്മുടെ ഒന്നും ഉയർത്തത്തില്ല. പക്ഷെ ഉയർത്താൻ ദൈവത്തിന് കഴിയൊന്നുമില്ലെങ്കിലും, വിദ്യാഭ്യാസമില്ലേ, കുലമഹിമയില്ലേ, സ്തോത്ര, സൗന്ദര്യമില്ലേ, ഒന്നുമില്ലെങ്കിലും നമ്മുടെ ദൈവം ഉയർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ.
കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ഇന്ന് ഇനി പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, എന്തെങ്കിലും നിരാശയിലാണോ, ഹല്ലേലൂയ, ദൈവത്തെ അറിഞ്ഞിട്ടും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ കഴിയാതിരിക്കുകയാണോ, ഞാൻ പറയട്ടെ, നിങ്ങൾ മടി കൂടാതെ ദൈവത്തെ സേവിച്ച. ഞാൻ ഓർക്കൊണ്ട് 15-ാമത്തെ വയസ്സിൽ എന്റെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി. അത് ജനിച്ചപ്പോ മുതലേ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്നും നഷ്ടപ്പെടത്തില്ലായിരുന്നു. ഹല്ലേലൂയ, ഒന്നും നഷ്ടപ്പെടത്തില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ദൈവം പറയുന്ന സമയത്ത് നമ്മൾ ഒരുക്കിയില്ല എങ്കിൽ ആമേൻ, നാം വിളിക്കുന്ന സമയത്ത് ആമേൻ ദൈവം ഒരുക്കമല്ല. ഹല്ലേലൂയ. ആമേൻ. ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ദൈവവചനം എല്ലാ ദൈവത്തിന്റെ മക്കളിൽ നിന്ന് 24 മണിക്കൂറും കേൾക്കുന്ന സുവിശേഷമാണ്. അതനുസരിച്ച് ദിവസങ്ങൾ മുൻപോട്ട് പോയാൽ അത് പ്രകാരം ജീവിതം ആമേൻ ക്രമീകരിച്ചു കൊടുത്ത ദൈവം നമ്മെ ആമേൻ മാടി വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. 95 എന്റെ വിവാഹം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ശത്രുവിന്റെ വലിയ പദ്ധതിയാണെന്ന് എനിക്കറിയാം. ഇത് അനേകരെ രൂപാന്തരം വരുത്തുന്നൊരു സാക്ഷ്യമാണ്. അനേകരിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. മൂത്തയാങ്ങള ആമേൻ വെറും 10ാം ക്ലാസ് ആണ്. ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിന്റെ വചനത്തെ ഉയർത്താൻ തീരുമാനിച്ചപ്പോൾ കർത്താവ് ആമേൻ തന്റെ മകനെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. നിങ്ങൾ 7 മക്കളും ആമേൻ വളർത്തപ്പെട്ട സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ. വെറും 10ാം ക്ലാസ് ആണ്. ദൈവവചനം ഉയർത്തിയപ്പോൾ, ദൈവത്തെ ഉയർത്തിയപ്പോൾ, ഹല്ലേലൂയ, ആ ദൈവം ഞങ്ങളെയും ഉയർത്തുവടിയായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ വചനവുമായിട്ട് ആമേ സ്തോത്രം, അമേരിക്കയുടെ മണ്ണിൽ, കാനഡ, ഇന്ന് ഒരു ദിവസം പോലും ഇരിക്കാൻ സമയമില്ലാത്ത വണ്ണം കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ കഴിവോ വിടുക്കോ വിദ്യാഭ്യാസമോ PhD കാലത്ത് ആമേ തെക്കുമടക്കം നടക്കുമോ, ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ ആമേൻ ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുവാൻ ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ ഒരു സാഹചര്യവും കർത്താവിന് വിഷയമല്ല. നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. എന്റെ അനുഭവമാണ് ദൈവത്തിന്റെ മക്കളെ. ദൈവകരങ്ങളിൽ കർത്താവിന്റെ വചനമുണ്ട്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴി താണിരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ഹല്ലേലൂയ. ദൈവം ഉയർത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഞങ്ങൾ 28 വർഷമായി കർത്താവിനോട് ബന്ധത്തിലായിരിക്കുന്നു. അങ്ങനെ എന്റെ കുഞ്ഞുങ്ങൾ 2 പേര് 96 99 2 ആൺകുട്ടികൾ എനിക്കുണ്ടായി. അന്നും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പരാജയമാണ്. എനിക്ക് കൊതിയായിട്ടുണ്ട് ജോലിക്ക് പോകുന്നവരെ കണ്ട്. ഞങ്ങളെല്ലാം നല്ല കഴിവുള്ള കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷെ 5ാം ക്ലാസ് തുടങ്ങി മദ്യപാനവും ഭക്ഷണ ഇല്ലായ്മയിലും നിമിത്തം ഞങ്ങളുടെ ബുദ്ധി പോലും വന്നി പോയി. പിന്നെ മുൻപോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ പലപ്പോഴും നേഴ്സായിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കുഞ്ഞിലെ നേഴ്സാകണമെന്ന്. പക്ഷെ പിന്നീട് ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകണമെന്നും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഒന്നും നടക്കാത്തൊരു സാഹചര്യമായിരുന്നു. എങ്കിലും ദൈവം സ്തോത്രം ചെയ്യുന്നു. ആ അനുഭവത്തിൽ നിന്ന് ദൈവം ഉയർത്തിയെടുത്ത്, കാരണം ഈ ജോലിക്ക് പോകുന്നവരെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര കൊതിയാ കാണുമ്പോൾ. ഇന്നും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ജോലിക്ക് പോകുന്നവരെ കാണുമ്പോൾ. പക്ഷെ കർത്താവിന്റെ നാമമാണ് ജോലിയൊക്കെ. എത്രയോ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വക്കീലന്മാർ, ഉന്നത സ്ഥാനത്തിരിക്കുന്നവര്, ഉന്നത സ്ഥാനത്തിൽ ദൈവത്തെ കണ്ട് അതെല്ലാം രാജിവെച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് തുടങ്ങി എനിക്ക് ഭയങ്കര സന്തോഷമായി. എൻ്റെ ആങ്ങള ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ദൈവസന്നി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 4 മക്കളും കർത്താവിന്റെ വേല ചെയ്യുന്നു. മാതാപിതാക്കൾ കർത്താവിന്റെ വേല ചെയ്തു. മാതാവ് നിത്യ ചേർക്കപ്പെട്ടു. 86 വയസ്സുണ്ട് പിതാവിന്. ഇന്നും 1 മണിക്കൂർ കൊടുത്താൽ പ്രസംഗിക്കും. അത്ര പെർഫെക്റ്റ് ആണ് ആള്. അത്ര ആരോഗ്യവാനായിട്ടിരിക്കുന്നു. കാലേബ് പറഞ്ഞതുപോലെ, മോശയുടെ നാള് നിന്നതുപോലെ ഇന്നും എനിക്ക് എന്തുണ്ട്? പടവെട്ടാൻ ആരോഗ്യമുണ്ട്. യഹോവ ഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു. അതിനാൽ മരണത്തിന്റെ കണികൾ ഒഴിഞ്ഞു പോകും. ഞങ്ങളുടെ ജീവിതത്തിൽ 1ാമത് സമാധാനം ദൈവം തന്നു. 2ാമത് രോഗസൗഖ്യം. ഇന്ന് നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ഒന്ന് ഞാൻ പറയട്ടെ, ഇന്ന് വരെ ഈ പ്രായം വരെ, എനിക്കിന്ന് 49 വയസ്സുണ്ട്, ഇന്ന് വരെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. സന്തോഷത്തോടെ ഞാൻ പറയാം, ഇന്ന് വരെ ഡെലിവറിക്ക് അല്ലാതെ അത് നോർമൽ 3 ദിവസം
അല്ലാതെ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. ഹല്ലേലൂയ. ഒരു വട്ടം ആക്സിഡന്റ് ഉണ്ടായപ്പോ ഒരു ഭവനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു പൈശാചികമായ ഒരു ശക്തിയായിരുന്നു. ആ 2 വീലറിന്റെ ഇങ്ങനെ നിൽക്കുന്ന കമ്പി വരെ ഒടിഞ്ഞുപോയി. ഈ ഫ്രണ്ട് പീസായി പോയി. ബംഗാളികൾ വന്ന് ഇടിച്ചിട്ട് ഞങ്ങൾ സ്പോട്ടിൽ പോയെന്ന ഈ വണ്ടി കണ്ടവരെല്ലാവരും പറഞ്ഞു ഈ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടോന്ന്. ദൈവമക്കളെ ഞാൻ പറയട്ടെ, എന്റെ ഹസ്ബൻഡിന്റെ കൈയുടെ കുഴയുടെ ഒരു ഇങ്ങനെ തെന്നി മാറി. എന്റെ തല ഇങ്ങനെ ബൾബ് പോലെയായി മുഴച്ചു. പക്ഷെ ഞാൻ പറയട്ടെ, ആയുസ്സിനെ ദീർഘമാക്കുന്നത് യഹോവ ഭക്തിയാണ്. ദൈവഭക്തി, ദൈവത്തോടുള്ള ഭയം അത് ആയുസ്സിനെ ദീർഘമാക്കും. 2 വട്ടം ആക്സിഡന്റ് ഉണ്ടായി. ഒരു വട്ടം ആ ബൈക്ക് പീസായി പോയി. കർത്താവ് ഉള്ളം കരത്തിൽ ഞങ്ങളെ താങ്ങി. രണ്ടാമതും ആമേ സ്തോത്രം ചെയ്യുന്നു. ഷുഗർ ഉണ്ട് എന്നെ അച്ഛൻ ചെറുതായിട്ട്. ഇപ്പൊ 2ാമത് ആക്സിഡന്റ് ഉണ്ടായപ്പോ മുഴുവൻ ദേഹം മുറിഞ്ഞ് എനിക്കൊരു പോറല് പോലും ദൈവം ഏൽപ്പിച്ചില്ല. അച്ഛൻ ഇങ്ങനെ മുറിവ് വന്നെങ്കിൽ ഡോക്ടേഴ്സ് പറഞ്ഞു ഇൻസുലിൻ കൂട്ടി എടുക്കുവാണ്. രാമാനം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ഡോക്ടറോട് പറഞ്ഞു 350-400 ഒക്കെ കൂടി വരുക. ഡോക്ടറെ ഞങ്ങൾ വീട്ടിലേക്ക് വിട്ടേരെന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന ചരിത്രമില്ല. ദൈവമാണ് ഞങ്ങളെ വിടുവിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയാൽ എവിടെയെങ്കിലും തല ഇറങ്ങി വീഴും, എനിക്ക് ഉത്തരവാദിത്തമല്ല, ഡോക്ടർ ഉത്തരവാദിത്തപ്പെടണ്ട, ഞങ്ങൾ തന്നെ ഉത്തരവാദിത്തപ്പെട്ടോളാം എന്ന് ഡോക്ടർ കോതമംഗലം ഗവൺമെന്റ് ആശുപത്രി നിങ്ങൾ പോരും അടിയായി തീർന്നു. ഇവിടെ വന്ന് പ്രിയമുള്ളവരെ പറയട്ടെ, ഞങ്ങൾ രണ്ടുപേരും കൈ ഓർത്ത് പിടിച്ചു പ്രാർത്ഥിച്ചു. ഈ മുറിവ് ഇങ്ങനെ വ്രണം പോലെ വന്നതല്ലാതെ ഉണങ്ങിയില്ല. കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് എതിലെ പോയിന്ന് കണ്ടില്ല. ഡോക്ടർമാരുടെ മടങ്ങി ചെന്നപ്പോൾ ഡോക്ടർ പോലും അത്ഭുതപ്പെട്ടു ഇതെങ്ങനെ സംഭവിച്ചെന്ന്. കാരണം ഷുഗർ നോർമലായി. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും ഹോസ്പിറ്റലിൽ, ഈ പ്രായം വരെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടില്ല. ആമേൻ. വല്ലപ്പോഴും കൊറോണ വന്നപ്പോ പോലും ആമേൻ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ സ്വർഗത്തിലെ ദൈവം എന്നെ അയച്ചില്ല. ദൈവത്തിന്റെ മക്കളെ, കൊറോണ വന്ന അനേകര് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോഴും പറഞ്ഞു കർത്താവേ നിന്റെ ഹിതമെങ്കിൽ, അങ്ങയുടെ ഹിതമെങ്കിൽ ആയുസ് തരണം. ഈ പനി വല്ലപ്പോഴും ഒരു പനി ജലദോഷം എല്ലാം വരും. നമ്മൾ ഈ ലോകത്തിൽ ആ ജഡത്തിലാണ് താമസിക്കുന്നത്, കഴിയുന്നത്. ഞാൻ പറയും കർത്താവേ മരുന്നെടുപ്പാൻ സ്വർഗം എന്നെ അനുവദിക്കരുത്. ആമേ ഹോസ്പിറ്റലിൽ കയറാൻ ദൈവം എന്നെ അനുവദിക്കരുത്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ആമേൻ വിദ്യാഭ്യാസം കൊടുത്തത് അനേകരുടെ മുൻപിൽ വിദ്യാഭ്യാസം കൊണ്ട് എന്റെ തല കുരിഞ്ഞ സ്ഥാനത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ തലമുറ വിദ്യാഭ്യാസം കൊണ്ടും കഴിവ് കൊണ്ടും ആമേൻ ഹല്ലേലൂയ ബുദ്ധി കൊണ്ടും ഒരു വ്യക്തിയുടെ മുൻപിൽ തല കുനിക്കരുതെന്ന് ആമേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, 2 കുടുംബത്തിലും ആമേ ഉന്നത വിദ്യാഭ്യാസം എന്റെ കുഞ്ഞുങ്ങൾക്ക് ദൈവം തരുവാനിടയായിരുന്നു. 2 പേരും ബിടെക് പഠിച്ച് ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം കൃപയാ. ഞാൻ പറയട്ടെ, സ്തോത്രം നമ്മുടെ കഴിവല്ല, നമ്മുടെ വിദ്യാഭ്യാസമല്ല, നമ്മുടെ കുലമഹിമയല്ല. ദൈവം ഒരുവനെ ഉയർത്തിയാൽ അത് ഉയർച്ചയാണ്. ദൈവം ഒരുത്തനെ താഴ്ത്തിയാൽ അത് താഴ്ചയാണ്. സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇത്രയും നേരം കേൾക്കുന്ന ദൈവമക്കളെ, ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ ആമേ താഴ്ച എന്ന് പിശാച് പറയും. ദൈവം പറയും നിനക്ക് ഉയർച്ച തരാനാ. ആമേ പിശാച് പറയും ആമേ നിന്നെ അറക്കാനാ, മുടിക്കാനാ, പൊളിക്കാനാക്കി വെച്ചത് ഇല്ല. യേശു പറയും നിനക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയുണ്ടാകുവാൻ അത്രേ ഞാൻ ലോകത്തിൽ വന്നത്. ഹല്ലേലൂയ ആമേൻ. ഈ ലോകത്തിലെ പിതാവിന് അസാധ്യമായത് സ്വർഗീയ പിതാവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതാനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവെച്ചല്ലോ. പ്രിയമുള്ളവരെ, ആരെങ്കിലും ഞെരുക്കത്തില്, ഭാരത്തില്, പ്രയാസത്തിലായിരിക്കുന്നുവെങ്കിൽ, അവൻ രോഗക്കിടക്കയിലായിരിക്കുന്നെങ്കിൽ ഈ യേശുവിനെ ഒന്ന് വിശ്വസിക്കാൻ മതി. ഈ യേശുവിനൊന്ന് ഹൃദയത്തിൽ ആമേൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ ആ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ആമേൻ. ഒരു തോട്ടം നിങ്ങളുടെ കടത്തിൽ നിന്നും എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. ക്രൂശിന്റെ വചനം ആമേൻ സ്തോത്രം ദൈവശക്തിയാകുമ്പോൾ നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമാകുമ്പോൾ രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയാ. ഹല്ലേലൂയ. എനിക്ക് എന്റെ ജീവിതത്തിലെ ദൈവശക്തിയായി ക്രൂശിന്റെ വചനം, ആ വചനം ദൈവമായ വചനം എന്റെ ജീവിതത്തിൽ ശക്തിയായി വെളിപ്പെട്ടത്. അത് ഇന്ന് വരെ നിൽപ്പാൻ സർവശക്തനായ ദൈവടിയാക്കി. ഹല്ലേലൂയ സ്തോത്രം. നീയോളം നടത്തിയ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങൾ കുടുംബമായിട്ട്
സന്തോഷത്തോടെ ആയിരിക്കുന്നു. കോതമംഗലം ദേശത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിൽ ഞങ്ങൾ ഇന്ന് വർക്ക് ചെയ്യുന്നു. എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു, എന്റെ സാക്ഷ്യത്തെ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവസരം ഒരുക്കി തന്ന ജോയ് ടിവിയോട്, ജോയ് സിസ്റ്ററിനോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് സിസ്റ്ററിന്റെ വീഡിയോ അങ്ങ് സ്റ്റക്ക് ആയിപ്പോയി. ഞാനൊന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാരമില്ല. സിസ്റ്ററിന്റെ വിലയേറിയ സമയം ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഞങ്ങൾ ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദിയും സിസ്റ്ററിനോട് അറിയിക്കുന്നു. കർത്താവ് ധാരാളം സിസ്റ്ററെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സിസ്റ്റർ, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അവരുടെ കൃപാസനത്തോട് ഞങ്ങൾ വരുന്ന കർത്താവേ, ഹല്ലേലൂയ. ജോസ് ടിവി കർത്താവേ, ഹല്ലേലൂയ, ദാസിയെ ശക്തമായി ഉപയോഗിക്കുന്നല്ല പച്ച. തെക്കോട്ടും വടക്കോട്ടും കർത്താവ്, കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പരക്കട്ടെ കർത്താവേ. ഈ സാക്ഷ്യം അനേരിലേക്ക് ഒഴുകി ചെല്ലട്ടപ്പ. തകർന്നിരിക്കുന്നവരെ കർത്താവെ മുറിവ് കെട്ടുക. ദൈവത്തിന് പദ്ധതിയുണ്ടല്ലോ കർത്താവേ. നിങ്ങൾ തകർന്ന സ്ഥാനത്ത് ഞങ്ങളെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചൊരു ദൈവം, ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെന്ന്, നിങ്ങളുടെ യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് കർത്താവേ സ്തോത്രം ചെയ്ത് വിളിച്ചു പറയുക. ദൈവം ഞങ്ങളെ സഹായിച്ചില്ല കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇത് സമാധാനം തന്ന ദൈവം, കർത്താവേ രോഗസൗഖ്യം തന്ന ദൈവം, നിങ്ങൾ ആത്മീകമായി ഭൗതികമായി വർദ്ധിപ്പിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് ജോയ്സ് ടിവി മുഖാന്തരം അനേകർ വിടുതൽ പ്രാപിപ്പാൻ ഇടയാക്കണമേ. ഒരു പ്രേക്ഷകരിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അനേക ഒരാശ്വാസമായി തീരുവാൻ ദാസിയെ ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവേ, ദാസനെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കുടുംബമായ സ്വർഗം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരം പിടിച്ച് നടത്തും. പിന്നെയും അനേകർക്ക് ഒരു അത്ഭുതമായി അനുഗ്രഹമായി മാറട്ടെ കർത്താവേ. ശക്തമായി മീഡിയാസിനെ ഉപയോഗിക്കണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അടിയവളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവിന്റെ ദാസി നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ.